என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரே நான் உம்மை துதிப்பேன். എനിക്കുണവാ ഉടലയ്ക്കെല്ലാം മരുന്നാകാം വസനം. എനിക്കുണവാ ഉടലയ്ക്കെല്ലാം മരുന്നാകാം. ഇരവും പകലും അയ്യാം ഉന്നം വസന്തം ധ്യാനിക്കേ. ഇരവും പകലും അയ്യാം ഉന്നം വസന്തം ധ്യാനിക്കേ. എന്നുയിരാണ് 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 എന്നേശു. എന്നുയിരാണ് 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 എന്നേശു. എന്നുയിരാണ് എന്നേശു. എന്നുയിരോട് കലർന്ന് എന്നുയിരേ ഞാൻ ഉമ്மை തുതിപ്പേൻ. എന്നുയിരേ ഞാൻ ഉമ്மை തുതിപ്പേൻ. എന്നുയിരേ ഞാൻ ഉമ്மை തുതിപ്പേൻ. നല്ലവൻ അവനെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മലമേൽ കയറി ശിരസിൽ വന്നു എന്റെ വേദന സർവ്വവും നീക്കിയതിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവ്വവും നീക്കിയതിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും മന്ദിരമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. ശ്രേഷ്ഠനവൻ തുല്യനാം വന്യനാം നായകൻ. ശ്രേഷ്ഠനവൻ തുല്യനാം വന്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ
മേഘസ്തംഭം ഞാൻ പ്രിയ നീ തുണ എന്നെ അനുദിനം വഴി നടത്തും പകൽ മേഘസ്തംഭം ഞാൻ പ്രിയ നീ തുണ എന്നെ അനുദിനം വഴി നടത്തും എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുവേ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ 14-12 കുഞ്ഞാടിനെ അറുക്കുന്നതായ വെളുപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ അവരോട് ഈ പെസഹ ഞങ്ങൾ എവിടെ ഒഴിക്കണമെന്ന് ചോദിച്ചു. On the first day of the festival of unleavened bread, when it was customary to sacrifice the Passover lamb, Jesus' disciples asked him, "Where do we want us to go and make preparation for you to eat the Passover?" On the first day of the festival, ഉത്സവ നാളിൻ്റെ ആദ്യ ദിവസം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് ഇത് പറയുന്നത് എന്തിന്? ഇന്ന് ഉത്സവമാണോ, ഇന്ന് ആദ്യത്തെ ദിവസമാണോ എന്ന് നമ്മളെ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഉത്സവത്തിൻ്റെ ദിവസമാണ്. നമ്മളത് അറിയുന്നില്ല. നമുക്ക് എല്ലാ ദിവസവും ഉത്സവത്തിൻ്റെ ദിവസമാണ്. ഉത്സവത്തിൻ്റെ ദിവസമാണ്. എല്ലാ ദിവസം ഒരു പുതിയതിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ദ ഫെസ്റ്റിവൽ, ഇന്നും ആ ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് 3 പേരുടെ അടുത്താണ് ഈ പറയുന്നത്. അപ്പോൾ നല്ല ദിവസമാണ്, ഉത്സവത്തിൻ്റെ ദിവസമാണ്, ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. എന്നിട്ട് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് ദ അൺലിമിറ്റഡ് ബ്രെഡ് വെൻ ഇറ്റ് വാസ് കസ്റ്റമറി ടു സാക്രിഫൈസ് ദ പാസ് ഓവർ ലാം. ആ മലയാളം വായിച്ചാൽ പെസഹ നാളിൽ അറുക്കുന്ന ദിവസം, അതായത് ദൈവത്തിന് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അന്ന് ആടിനെ അറുക്കുന്നത്. ആ പെസഹ ദിവസം അറുക്കുന്ന ദിവസമായപ്പോൾ എന്താ നടക്കുന്നത്? ജീസസ് ഡിസൈപ്പിൾഡ് ആസ്ക്ഡ് ഹിം. ആ ശിഷ്യന്മാർ അല്ലെങ്കിൽ കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തികളെല്ലാം യേശുവിൻ്റെ അടുത്ത് ചോദിച്ച്, ഇന്നിപ്പോൾ അറുക്കാൻ വേണ്ടി ആടിനെ എവിടെയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ആ പെരുന്നാൾ ദിവസമല്ലേ, ആ പെസഹ ദിവസമല്ലേ, അപ്പോൾ അതിന് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ലാമ്പ് ഇല്ലല്ലോ എന്ന്. അപ്പോൾ എന്താ പറയുന്നത്? വേർ ഡു യു വാണ്ട് us to go and make preparation? എന്നിട്ട് ഞങ്ങൾ എവിടെ പോയിട്ട് വേണം അതിനുള്ള ഒരുക്കങ്ങളും ഒരുക്കാൻ വേണ്ടി. ഇവർ കാട്ടിലും മലയിലൊക്കെയാണ് കൂടുതലും പോണത്, അല്ലെങ്കിൽ ഗ്രാമത്തിലൊക്കെ പോണത്. അപ്പോൾ എവിടെ പോയി ഞങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യണം? കാരണം കർത്താവ് പറയുന്ന സ്ഥലം അത് വിശുദ്ധമായുള്ള സ്ഥലമായിരിക്കും. ആ വിശുദ്ധമായുള്ള സ്ഥലത്തിൽ വിശുദ്ധമായുള്ള ലാമ്പിനെ കൊണ്ടേ അറക്കുകയുള്ളൂ. നമുക്ക് എല്ലാ ഞായറാഴ്ച വന്നിരിക്കുന്നതുകൊണ്ട് അത് വിശുദ്ധവും കാര്യങ്ങളൊന്നും നിർബന്ധമില്ല. നമ്മൾ ചുമ്മാ ആ ദിവസം ഞായറാഴ്ച വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, പോകുന്നു, കാര്യങ്ങളൊക്കെ. ഞാൻ ഇന്ന് രാവിലെ എണീക്കുന്നിടത്ത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാമായിരുന്നു. എല്ലാവരും നമുക്കിന്ന് സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പറയുമ്പോൾ ഒരു സഹോദരി ചാടി എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. നല്ല പ്രാർത്ഥനയാണ്, കേൾക്കുമ്പോൾ അത് നല്ല സെൻറ്റൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ആർക്കും പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. ഈ സഹോദരി എണീറ്റ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന ആര്? പാസ്റ്ററിൻ്റെ ഭാര്യയാണ്. പക്ഷെ നല്ല ഇതുമാണ്, നല്ല ഇതൊക്കെ മനുഷ്യൻ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും ഇത് പറയുകയും ചെയ്യും,
പ്രാർത്ഥിക്കുകയും ചെയ്യും, പാസ്റ്റർ വന്ന് സഭായോഗം നടക്കുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞ് പോയി തരുമ്പോൾ ജനത്തിനൊരു തൃപ്തിയല്ല. അതൊരു ഞായറാഴ്ച വന്ന് കൂടുന്നു, കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു ദിവസം ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആരവിടെ ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ച് അതിൻ്റെ പോസിറ്റീവാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു പാസ്റ്ററിൻ്റെ അമ്മ. നല്ല കാര്യം. ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, എല്ലാ ഞായറാഴ്ച ഇങ്ങനെയാണ്? അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ പൂർണ്ണ തൃപ്തിയോടുകൂടി കർത്താവ് ഒരു വിടുതൽ തന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ചിലവർ ചിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അതവിടെ ആ പൂർണ്ണതയിൽ വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് ചാൻസ് കൊടു. നീ കയറി ചാടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മറ്റവർ എളിമയുള്ളത് കൊണ്ട് അവർ അതിന് ഓവർടേക്ക് ചെയ്യാതെ കൊണ്ട് മാറുന്നു. പാസ്റ്ററിൻ്റെ ഭാര്യയല്ലേ പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞ് മാറുന്നു. പക്ഷേ സഭായോഗം കഴിഞ്ഞിട്ട് ആർക്കും അത് പൂർണ്ണതയില്ല. എല്ലാ പ്രാവശ്യവും ഒരു ഞായറാഴ്ച ഒരു യോഗം കഴിഞ്ഞ് പോണ കണക്കാണ്. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കത്തുമില്ല. അപ്പോൾ ആ ഒരു പിടുത്തം പിടിച്ച് വച്ചിരിക്കുന്നത് പാസ്റ്ററിൻ്റെ ഭാര്യയല്ല, ഊടാടി നടക്കുന്നവനാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. അവിടെ ഒരു വിടുതൽ വരരുത്. അപ്പോൾ വിടുതൽ വേണമെങ്കിൽ അതിനാണ് ഞാൻ പണ്ട് നമ്മുടെ വീട്ടിലും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ പാസ്റ്റർ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ എന്നെ തുടങ്ങിക്കൊള്ളാൻ വേണ്ടി പാസ്റ്റർ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങി. ആ ഫംഗ്ഷൻ തുടങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ആത്മാവ് പ്രേരിപ്പിക്കുന്നവർ മാത്രമേ പ്രാർത്ഥിക്കാവൂ ഇന്നത്തെ യോഗത്തിന് എന്ന് പറഞ്ഞപ്പോഴും അന്ന് വേറൊരു സൗകര്യം എണീറ്റിരുന്ന് അത് സ്ഥിരം പ്രാർത്ഥിക്കുന്ന സൗകര്യമാണ്. അന്ന് യോഗം കഴിഞ്ഞ് തീരുന്നപ്പോൾ അതെന്താ അങ്ങനെ ബ്രദർ പറയാൻ കാരണം എല്ലാവരും ആത്മാവുള്ളവരും. ഞാൻ പറഞ്ഞ അതല്ല, ഇന്ന് ഈ ഞങ്ങളുടെ വീട്ടിൽ വെച്ച ഒരു പ്രാർത്ഥന നടക്കും, ഇവിടെ ഒരു വിടുതൽ വേണം. ഞങ്ങൾക്ക് അതിനാണ് ഈ പ്രാർത്ഥന വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് ശുശ്രൂഷ പോലും ഞാൻ ഇറങ്ങി തുടങ്ങിയില്ല. പക്ഷെ എന്നിട്ടും അതവിടെ പറയേണ്ടി വന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അതാ കണ്ട് എണീക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാണ്, ആത്മാവ് പ്രേരിപ്പിക്കുന്ന വ്യക്തി ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കട്ടെ. സ്വയം ഒരു ആത്മാവുണ്ടെന്ന് വിചാരിച്ച് കളയരുത്. അത് ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന് ഉറപ്പുള്ളവർ അവർ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഇന്ന് ആത്മാവ് ഒന്നും പ്രേരിപ്പിച്ചില്ലെങ്കിൽ ഒരു സങ്കടവുമില്ല, ദൈവത്തിന് ഒരു സങ്കടവുമില്ല. നീ പ്രാർത്ഥിക്കണ്ട. സഭായോഗം നടത്തേണ്ട പാസ്റ്ററിന് നടത്തണമെന്നുള്ള ഒരു ചിന്ത വരികയാണെങ്കിൽ നടത്തട്ടെ. ഇന്ന് പാസ്റ്റർ വന്നിട്ട് നമ്മൾ വേറൊരു സഭയിൽ ഒരിക്കൽ തീർന്നപ്പോൾ അവിടെ സങ്കീർത്തനം വായിച്ചില്ല, സുവിശേഷം വായിച്ചിട്ട് അതിന് സങ്കീർത്തന ടൈമിന് വന്ന. അപ്പോൾ നമ്മൾ ഇത് കൊള്ളാം, ആ ചേഞ്ച് കണ്ടപ്പോൾ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇന്നതേ ചെയ്യാവുന്നൊരു ചിട്ടയൊന്നും പറഞ്ഞിട്ടില്ല. ആത്മാവ് പ്രേരിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ശുശ്രൂഷിക്കാം. ആത്മാവ് നിർത്തണമെന്ന് പറഞ്ഞാൽ നിർത്തിക്കൊള്ളണം. ആത്മാവ് തുടർന്ന് പോകാൻ വേണ്ടി ദൂതുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്, തുടർന്ന് പോവുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആത്മാവിൻ്റെ കൺട്രോളിൽ പോകണം, അല്ലാതെ മനുഷ്യൻ്റെ കൺട്രോളിലല്ല. പാസ്റ്ററിന് സഭായോഗത്തിന് വന്നു, ജനങ്ങളെല്ലാം വന്ന് അന്ന് പാസ്റ്ററിന് തോന്നുകയാണ് ഒരു ആത്മാഭിഷേകമുള്ള പാസ്റ്ററാണ്. ഇന്ന് കർത്താവ് പറഞ്ഞ് ഞായറാഴ്ച ശുശ്രൂഷ ചെയ്യണ്ട, നമുക്കെല്ലാം മടങ്ങിപ്പോവാം എന്ന് പറയുമ്പോൾ ജനം എന്ത് വിചാരിക്കും? ആ ജനം എന്ത് അതായത് മനുഷ്യൻ എന്ത് വിചാരിക്കും? അവരുടെ ഇംഗിതത്തിന് വേണ്ടി വഴങ്ങി കൊടുക്കുന്ന സഭകളാണ് നടക്കുന്നത്. കാരണം ഒരു സഭ നടക്കുന്നില്ല, അവിടെ വരുമാനം വേണം, ഇവർ വരണം. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഒരു ഇത് കിട്ടിത്തീർന്നാലും ശരി, ഇന്ന് യോഗം നടക്കുന്നില്ല, അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞുകൊണ്ട് ഇന്ന് യോഗം നടത്താൻ നമുക്കെല്ലാം പോകാം. പക്ഷേ സ്വോത്ര കാഴ്ച കൊണ്ടുവന്നവരെല്ലാം ആ ടിന്നിലിട്ടുകൊണ്ട് പോയിക്കോ. ഞാൻ പറഞ്ഞു വരുന്നത് ലോകകാര്യങ്ങൾ. അപ്പോൾ ആത്മാവിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മളും ചിലയിടത്തൊക്കെ പോകുന്ന നേരത്ത് ഒരു പുതിയ ഒരു ദേവദാസൻ വന്നിട്ടുണ്ട്, എനിക്ക് പരിചയമില്ല, മുൻകൂർ ജാമ്യം അല്പസമയം സംസാരിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുമോ നിങ്ങൾ ചെയ്യാമെന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് രഹസ്യമായിട്ട് പറയും 10 മിനിറ്റ്. അപ്പോൾ 10 മിനിറ്റ് അവർ തീരുമാനിച്ച് അവരുടെ സഭ അവരുടെ അധ്യക്ഷനിരിക്കുന്ന പാസ്റ്റർ പറഞ്ഞ് തീരുമ്പോൾ 10 മിനിറ്റിന് മുകളിൽ എനിക്ക് പോകാൻ ഒരു താല്പര്യമില്ല. ആത്മാവും സുബോധത്തിൻ്റെ ആത്മാവായതുകൊണ്ട്, സ്നേഹത്തിൻ്റെ ആത്മാവായതുകൊണ്ട് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 9 മിനിറ്റ് കൊണ്ട് തീർത്തു പോകും. എന്ന് വച്ചാൽ അവർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി ആ സഭയിലും വേണ്ട, ആ വിശ്വാസികൾക്കും വേണ്ട. അവർ കൺട്രോൾ ചെയ്ത് വച്ചിട്ട് നിർത്തുന്നു. അപ്പോൾ ഒരു ആത്മാവ് പ്രാപിച്ച ഒരു ശുശ്രൂഷകൻ അവിടെ വന്നാലും സഭക്കാർ ടൈമും നിശ്ചയവും ഒക്കെ വച്ച് തീർന്നാൽ അവിടെ എവിടെയായിട്ട് വിടുതൽ നടക്കുന്നത്? ഒരാൾ വലിയൊരു കൃപാവരമുള്ള ഒരു വ്യക്തിയാണ് വന്നത്,
ആ വ്യക്തി വന്നു തീർന്നിട്ട് ആ സഭയ്ക്ക് ഒരു വിടുതലിന് വേണ്ടിയാണ് ദൈവം അവിടെ വിട്ടത്. പക്ഷെ ആ ആത്മാവിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ സഭക്കാരും സമ്മതിച്ചില്ല, പാസ്റ്ററും സമ്മതിച്ചില്ല. അപ്പം ഞാൻ പറയുന്ന പിടി കിട്ടി. അപ്പോൾ ഇവിടെ സബത്ത് ദിവസം എന്നിട്ട് പറയുന്നത് എന്താണ്? സബത്ത് ദിവസം അവിടെ പെസഹായ്ക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി ചുമ്മാ ഒരു സ്ഥലത്ത് പോയി ഒരുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്ന ഈ എക്സാമ്പിൾ പറയാൻ കാരണം എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ യോഗം നല്ല വിടുതലിന് വരണമെന്നില്ല. അപ്പോൾ അവിടെ വിടുതൽ വരണമെങ്കിൽ ആ ആത്മാവ് പ്രേരിപ്പിച്ച വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിക്കട്ടെ, അനുവാദം കൊടുക്കട്ടെ. കൃപാവരം പോലും ഇല്ലാത്ത വ്യക്തിക്ക് വേണമെങ്കിൽ അവിടെ വിടുതൽ അവിടെ നടക്കും. കാരണം ആ പ്രാർത്ഥന കൊണ്ടായിരിക്കും, അത് നിഷ്കളങ്കതയോടുകൂടി ആ പ്രാർത്ഥിച്ചതായിരിക്കും. ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല സഭയിൽ വന്നിട്ട്, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോൾ അതിലെന്ത് വ്യത്യാസം വരുമെന്ന് യോഗം കഴിയുമ്പോൾ ഞാൻ നോക്കട്ടെ. ഇവിടെ ഇന്നലെ ഇരുന്നൊരു സാക്ഷ്യം പറഞ്ഞു, കൊല്ലത്ത് അവരുടെ കാര്യത്തിന് വേണ്ടി അവർ നിർബന്ധം, അവരുടെ വിടുതലിന് വേണ്ടി അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞത് അവരുടെ ഉള്ളിൽ കിടക്കുകയാണ്. ശരിയാണ്, അത് ഗ്രഹിച്ചത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തുതിക്കാം. എല്ലാവരും ഈ മെക്കാനിക്കൽ പരിപാടിയാണ്. ഉടനെ അവർ വന്ന് ഞാൻ എങ്ങനെ ചോദിക്കും, ഫോണിൽ കൂടെ പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ അവരുടെ രോഗം കാരണം ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെ പ്രാർത്ഥിച്ചു. കാരണം പിന്നീടാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം അതൊരു വിടുതലാണ്. കാരണം അവർ ആവശ്യബോധത്തോടി വന്ന് കർത്താവിൻ്റെ അടുത്ത് ആ ആൾക്കാരൊക്കെ വന്നിട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് പറ്റുന്നില്ല എന്തോന്നെല്ലാം പറഞ്ഞ് ചോദിച്ച് കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആ വ്യക്തിക്കാണ് ആവശ്യബോധം. ഒരു തളർബാധ രോഗിയെ കൊണ്ട് വന്ന് തീരുന്നപ്പോൾ ആ വ്യക്തിയെക്കാളും 4 പേര് കട്ടിലോടുകൂടി കൊണ്ടുവന്ന അവർക്കാണ് ആവശ്യം. അവരുടെ ഇൻറ്റൻഷനിലാണ് ആ പ്രവൃത്തി അവിടെ നടക്കുന്നത്. അതേ കണക്ക് ആ വ്യക്തിയുടെ ഇൻറ്റൻഷനിലാണ് ഇവൾ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചപ്പോൾ വന്നിട്ടും ആ പ്രാർത്ഥനയിൽ ഇവളുടെ ഉള്ളിലൊരു ചെറിയ സംശയം കിടന്നതുകൊണ്ട് സന്ധ്യയായപ്പോൾ ഒന്നുകൂടെ വിളിച്ച് നോക്കാം, എന്തായി, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി തന്നത് എന്താണ്? ഒരുപാട് വ്യത്യാസമുണ്ട്, പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ വേദനയൊക്കെ കുറഞ്ഞു. ഇങ്ങനെയാണ് കൃപാവരങ്ങൾ ഉള്ളവർ തിരിച്ചറിയുന്നത്. അല്ലാതെ കൃപാവരം കിട്ടിയെന്നറിഞ്ഞു കൊണ്ട് സർട്ടിഫിക്കറ്റും കൊണ്ട് തന്നിട്ട് അല്ല പറയുന്നത്. അപ്പം നമ്മൾ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചില്ല, സമ്മതിച്ചു, എനിക്കും ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ പിന്നീട് അവസരം വന്ന അങ്ങനെ ഒരു രീതിയിൽ അവരുടെ വിശ്വാസത്തിൽ അവർ വന്നപ്പോൾ ആ വിശ്വാസത്തിനാണ് ദൈവം മറുപടി കൊടുത്തത്. അപ്പോൾ ആ മറുപടി കൊടുത്ത കണക്ക് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വിടുതൽ നടന്നു. അപ്പോൾ ഇനി അതിനെ പൂർണ്ണ രൂപത്തിൽക്കായി വിശ്വസിച്ച് ഇവളെടുക്കണം. കർത്താവ് എനിക്ക് ആ ഗിഫ്റ്റ് തന്നതാണോ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു വിടുതൽ. ശരി, ഇനിയൊരു അവസരം വരുന്ന സമയത്ത് ആ വിശ്വാസത്തിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ, വീണ്ടും വിടുതൽ നടക്കുകയാണെങ്കിൽ അങ്ങനെ 1, 2, 3, 4 പ്രാവശ്യം വിടുതൽ നടക്കുകയാണെങ്കിൽ ആ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടെന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലാതെ പാസ്റ്റർ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു രോഗസൗഖ്യം വന്നു തരുമ്പോൾ അവിടെ ആ സിസ്റ്ററിന് രോഗസൗഖ്യമുണ്ട്, ഇന്നടുത്ത് രോഗിയായിട്ട്, അത് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി അവരെ കൊണ്ട് ചെയ്യിച്ചതും ആവാം. അത് രോഗസൗഖ്യം കൃപ വേണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ചത് പെസഹ ദിവസത്തിൽ എവിടെ ഒരുക്കണം, ഏത് സാഹചര്യത്തിൽ ഒരുക്കണം, ഒരുക്കാൻ വേണ്ടിയുള്ള ബലിയാട് വേണം, ഇതെല്ലാം അവർ കൃത്യമായിട്ട് ചോദിക്കണം. നമ്മൾ ചോദിക്കുന്നത് നോർമൽ ചോദിക്കുന്നത് എല്ലാ ശനിയാഴ്ചയോ ഇവിടെ നമുക്കറിഞ്ഞൂടെ, ശനി ഞായറൊന്നും ഇവിടെ അറിഞ്ഞൂടെ. ഇവിടെ പാസ് ഓവർ ഡേ ആ ദിവസം അത് ഒരുക്കാൻ വേണ്ടി ചോദിച്ചാൽ അവർ ശിഷ്യന്മാർ കൂടെ വന്നിരുന്ന് അവർക്ക് ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാ ഞായറാഴ്ച ചെയ്യുന്ന കണക്ക് അങ്ങ് ചെയ്താൽ പോരെ? ഇല്ല, ഇപ്പോൾ അവർ നിൽക്കുന്ന വേറെ സ്ഥലത്താണ്, അല്ലെങ്കിൽ സെയിം സ്ഥലത്ത് നിൽക്കുന്നെങ്കിലും അവർ കർത്താവിൻ്റെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങിച്ചിട്ടേ ചെയ്യുള്ളൂ. എവിടെ ഒരുക്കണം, ഏതാടിനെ എടുക്കണം, ഏത് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. സ്ഥിരം വരുന്ന സ്ഥലത്താണെങ്കിലും ആ ശിഷ്യന്മാർക്ക് അറിയാം, അവർ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. നമ്മളും ഒരു സഭായോഗത്തിന് പോയി തരുന്ന നമ്മളാണോ പ്രാർത്ഥിക്കേണ്ടതെന്ന് ആത്മാവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാലേ ആ സഭയ്ക്ക് വിടുതൽ. എനിക്ക് വിടുതൽ കിട്ടിയില്ലെങ്കിലും ഞാൻ മുഖാന്തരം ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട്, ഞാൻ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിച്ച് കർത്താവേ ഇവിടെ ഒരു വിടുതൽ നടക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കർത്താവ് ആ ആത്മാവ് കേട്ട് തരുന്നു. ഇവളുടെ പ്രാർത്ഥനയിൽ ആ സഭയ്ക്ക് അന്നത്തെ ഞായറാഴ്ച ഒരു വിടുതൽ നടക്കുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ദൈവത്തിനെ സ്തുതിക്കാം. നമുക്ക് ചിലപ്പോൾ വിടുതൽ കാണത്തില്ലായിരിക്കാം,
ആ വിടുതലിലൊന്നുമില്ല. പക്ഷെ നമ്മൾ മുഖാന്തരം ഒരു സംഭവം അവിടെ നടക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ എത്രമാത്രം കരുതും. അപ്പോൾ അത് എപ്പോഴും ആത്മാവിൻ്റെ അടുത്ത് ചോദിക്കണം. നമ്മൾ ആത്മാവ് പ്രാപിച്ചവരാണെങ്കിൽ ആത്മാവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ചിലവർ ബുദ്ധിയുടെ പ്രമാണത്തിൽ കൂടെ ഓരോ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് പറയും ഞങ്ങളിങ്ങനെയാണ്. ആത്മീയനെ കൂടെ നേരിട്ട് നീ അവിടെ നീ അത് ഇപ്പോൾ പറയുന്നത് ശരിയില്ല, ഇപ്പം പറയുന്നത് ശരി എന്ന് പറയാൻ വേണ്ടി ആത്മാവുള്ളവർക്കെല്ലാം തിരിച്ചറിയാനുള്ളൂ. ഒരു സ്ഥലത്ത് ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ വീണ്ടും കണ്ടുകൊണ്ടിരുന്നു. ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതിച്ചിട്ട് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി എഴുതിയപ്പോൾ ഒരു നല്ല പ്രായം നല്ല പക്വതയുള്ള ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു അതങ്ങനെ ശരിയല്ലല്ലോ ഇപ്പോൾ പറഞ്ഞത്. എന്തോ ഞാൻ ആത്മാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സോറി കേട്ടോ, ആത്മാവുള്ളവർക്കേ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ആത്മാവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ലോകത്തിൻ്റെ ഇമ്പം അനുസരിച്ചുള്ള ചോദ്യം, ലോകത്തിൻ്റെ അറിവനുസരിച്ചുള്ള ചോദ്യം. നിങ്ങൾക്ക് ലോക അറിവ് കൂടുതലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചോദ്യമായിട്ട് വരുന്നു. ആത്മാവുള്ളവർ ചോദിക്കാൻ വരത്തില്ല, കാരണം അവർക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ അയാൾക്ക് നേരെ തിരിഞ്ഞിട്ട് ആ സഭായോഗമായിരുന്നു ഒന്നും മിണ്ടുന്നത്. ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി അവിടെ പ്രസംഗിച്ചപ്പോൾ ഉള്ള കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ ഒരു സഭയിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ്? എന്തും ആത്മീയ കാര്യമായാലും ശരിയാണ്, ലോകകാര്യമായാലും ശരിയാണ്, നമ്മൾ ആത്മാവ് പ്രാപിച്ച മനുഷ്യനാണെങ്കിൽ, ദൈവത്താൽ നമ്മൾ തിരഞ്ഞെടുത്ത വ്യക്തികളാണെങ്കിൽ എന്ത് പ്രവൃത്തിക്കും പിതാവായ ദൈവത്തിൻ്റെ അടുത്തും പുത്രനായ ദൈവത്തിൻ്റെ അടുത്തും പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ അടുത്തു നിന്നും നമ്മൾ അനുവാദം വാങ്ങിച്ചിട്ട് ചെയ്ത് തുടങ്ങുക, അനുവാദം വാങ്ങിച്ചിട്ട് സംസാരിച്ച് തുടങ്ങുക. അതിനൊക്കെ ഒരു ഐശ്വര്യമായിട്ടൊരു മധുരിക്കുന്ന മറുപടികൾ കിട്ടും. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. വെൻ ഇറ്റ് വാസ് കസ്റ്റമറി ടു സാക്രിഫൈസ് ദി പാസ് ഓവർ ലാം ജീസസ് ഡിസൈപ്പിൾസ് ആസ്ക്ഡ് ഹിം. ജീസസിൻ്റെ ഡിസൈപ്പിൾസ് യേശുവിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും, പക്ഷെ അവരൊന്നും ചോദിച്ചില്ല. അവർ സഭായോഗത്തിന് എല്ലാവരും വന്ന് കൂടുന്ന കണക്ക് വന്ന് കൂടാൻ വേണ്ടി വന്ന് നിന്നു. അവർക്കിതൊന്നും ബോധറേഷനില്ല. കത്രിമേശ കൊണ്ട് ഫ്രണ്ടിൽ വരും, ഓ ഇത് എനിക്കുള്ളതാണ്, എന്നാ വാങ്ങിച്ച് കഴിക്കാം. അതിന് വിശുദ്ധിയോടുകൂടിയാണോ നീ കഴിച്ചത്? അപ്പോൾ എല്ലാവരും 100% വിശുദ്ധന്മാരല്ല, എന്നാലും ഞാൻ വിശുദ്ധമാവണം, കർത്താവെ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് നീ ഉള്ളുകൊണ്ട് പറഞ്ഞ് കർത്താവിൻ്റെ ഏൽപ്പിച്ച് തീർന്നിട്ടാണ് നീ ആ കത്രിമേശ എടുക്കുകയാണെങ്കിൽ നിനക്ക് വീണ്ടും വിശുദ്ധിയാവുമെന്നാണ്. അതിന് എല്ലാവരും ചടങ്ങിന് വേണ്ടി എല്ലാവരും മറ്റവരെന്ത് വിചാരിക്കും ഞാൻ എടുത്തില്ലെങ്കിലും നമ്മൾ തന്നെ ചോദിക്കണം, അയ്യോ ആ സഹോദരനെ എടുത്തില്ല, നമ്മളെങ്ങനെ ആ സഹോദരനെ കണ്ട് എടുക്കാത്തത്? നമ്മൾ കത്രിമേശ എടുത്ത് ദൈവത്തിന് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിസര ബോധമൊന്നും കാണത്തില്ല, പരിസരത്തിലുള്ളവരൊന്നും നമ്മൾ അറിയത്തുമില്ല. പക്ഷെ നമ്മൾ കാണുന്നത് എന്താ? ആരും എടുത്തില്ല ഈ കൂട്ടത്തിൽ. അപ്പം നമ്മുടെ ആത്മാവ് ഏതാത്മാവാണ്? പിടികിട്ടുന്ന പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നത്, ജീസസ് ഡിസൈപ്പിൾസ് ആസ്ക്ഡ് ഹിം വേർ ഡു വി വാണ്ട് us ടു ഗോ? നീ ഞങ്ങളെ എവിടെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആ പാസ് ഓവർ ഫങ്ഷൻ നടത്താൻ വേണ്ടി? 13ാമത്തെ വാക്യം. സോ he sent 2 of his disciples. എന്നിട്ട് അതിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുത്തിട്ട് വിട്ട്, ടെല്ലിങ് ദം, അവരുടെ അടുത്ത് പറഞ്ഞത്, ഗോ ഇൻ ടു ദ സിറ്റി, ആ പട്ടണത്തിൻ്റെ അടുക്ക ചെല്ലുക, ആൻഡ് എ മാൻ ക്യാരിങ് എ ജാർ ഓഫ് വാട്ടർ വിൽ മീറ്റ് യു, ഫോളോ ഹിം. നിങ്ങൾ അങ്ങ് ആ പട്ടണത്തിൻ്റെ അവിടെ പോകുന്നിടത്ത് ഒരു മനുഷ്യൻ, മലയാളം വായിച്ചാൽ, അവിടെ ഒരു കുടം വെള്ളം ചുമന്ന് വരുന്ന ഒരു മനുഷ്യൻ. എത്ര കൃത്യമായിട്ട് അടയാളങ്ങളൊക്കെ പറയുന്നത്. ഇത് പറയുന്നത് ഒരു കുടം നിറയെ വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനെ കാണും. വിൽ മീറ്റ് യു, നിങ്ങളെ കാണും, അവനെ ഫോളോ ചെയ്യാൻ. അപ്പോൾ നമുക്കിനി വേറെ തിരക്കണം. ഓ കുടം, കറുത്ത ഷർട്ട് ഇട്ട് ഒരാൾ വരും എന്ന് പറഞ്ഞു തരും. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരാൾ കറുത്ത ഷർട്ട് ഇട്ടിട്ടുണ്ട്, വേറൊരാൾ കറുപ്പ് ഒത്തിരി വെള്ള ഇവിടെ ഉണ്ട്. ഈ കറുപ്പാണോ ഈ കറുപ്പാണോ? ഈ സംശയം ഇവിടെ അതൊന്നുമല്ല, കൃത്യമായിട്ട് വരെയാണ്. കുടം കൊണ്ടുവരുന്നു, ആ കുടം വെള്ളം ഉണ്ടാവും, അയാൾ നിങ്ങളുടെ അടുത്ത് വരും, അന്ന് അയാളെ ഫോളോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒരു തെറ്റും വരാത്ത വിധത്തിൽ അടയാളം കർത്താവ് തരുന്നു. അതാണ്. അപ്പോൾ ഇവിടെ കർത്താവ് അവിടെ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ അടയാളം പറയുമ്പോൾ നമുക്കിപ്പോഴോ ആത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കാണേണ്ട ആൾ, നമ്മൾ പോകേണ്ട ഡയറക്ഷൻ, ഇതെല്ലാം ആത്മാവ് നമ്മുടെ അടുത്ത് മന്ത്രിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ആത്മാവിന് ചെവി കൊടുപ്പീൻ അല്ലേ?
അപ്പോൾ ആത്മാവിന് ചെവി കൊടുപ്പിക്കുന്നത് ആത്മാവ് മന്ത്രിച്ചുകൊണ്ടിരിക്കും. ആ വ്യക്തിയുടെ സംസാരിക്കും, നീ അവിടെ നിന്ന് വിട്ടുപോവുക, അവിടെ ആ റൂട്ടിൽ പോകണ്ട, അവിടെ ചെല്ലുമ്പോൾ അവിടെ പ്രശ്നമുണ്ട്, വെറുതെ നമ്മുടെ കാര്യം തടസ്സം വരും, നീ ഈ റൂട്ടിൽ കൂടെ പോകും, ആ റൂട്ടിൽ കൂടെ പോവുക. അപ്പോൾ ആത്മാവുള്ളവനെ ആത്മാവ് മന്ത്രിക്കുന്നത് കേൾക്കാൻ പറ്റുള്ളൂ, ആത്മാവ് പറയുന്നത് അനുസരിക്കാനും പറ്റുള്ളൂ. ആത്മാവില്ലാതെ ലോകബുദ്ധി ഉള്ളവന് ആത്മാവ് പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. ആത്മാവ് പറയാത്ത ചുമ്മാ നമ്മൾ ഊഹിച്ചെടുത്തിട്ട് പറയുകയാണ് ആത്മാവ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ലോകബുദ്ധിയാണ് ചെയ്യുന്നത്. ആത്മാവ് പറഞ്ഞത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ വചനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി വചനത്തിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവൻ പറയുന്നത് ആത്മാവിൽ പറഞ്ഞിട്ട് കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. ആത്മാവ് പറഞ്ഞതെല്ലാം വചനപ്രകാരമുള്ളതാണ്, അത് വചനത്തിൽ കാണും, അതേ പ്രവർത്തിക്കുള്ളൂ. ദൂതുകൾ പറയുന്നത് വരെയും വചനത്തിലുണ്ടെന്നാണ്, അല്ലാതെ ലോകത്തിൻ്റെ ഇതിലൊന്നും പറയത്തില്ല, അതും വചനത്തിലുണ്ട്. So he sent 2 of his disciples telling them, go into the city and a man carrying a jar of water will meet you, follow him. A jar of water will meet you, നിങ്ങളെ കണ്ടുമുട്ടും, എന്നിട്ട് ആ വ്യക്തിയെ ഫോളോ ചെയ്യും. 14, say to the owner of the house he enters, ആ കുടവും വെള്ളവും കൊണ്ട് വന്ന ആൾ ഏത് വീട്ടിലോട്ട് കയറുന്നു അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് പറയുക. അത് പറയുന്ന കണ്ടൊക്കെ എത്ര കൃത്യമായിട്ട് എന്ത് പറയണം, എങ്ങനെ പറയണം, ഇത്രയും കൃത്യമായിട്ട് ആരെങ്കിലും തരുമോ? എന്നിട്ട് പറയുന്നു, ദ ടീച്ചർ ആസ്ക്ഡ് വേർ ഈസ് മൈ ഗസ്റ്റ് റൂം. അപ്പോൾ ഗുരു ചോദിച്ചു ഗസ്റ്റിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മുറി ഏതെന്ന്. വേർ ഐ മേ ഈറ്റ് ദ പാസ് ഓവർ വിത്ത് മൈ ഡിസൈപ്പിൾസ്. ഞാൻ എൻ്റെ പെസഹ ആ ഫംഗ്ഷൻ നടത്തുന്നത് എൻ്റെ ഡിസൈപ്പിളുമായിട്ട് ഫംഗ്ഷൻ നടത്താൻ വേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മുറി എവിടെയാണ്? അപ്പോൾ അയാളുടെ അടുത്ത് കർത്താവ് പറഞ്ഞതാണ്. അയാൾ ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കണക്ക് അയാൾ ഉറക്കം എണീറ്റപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം കണ്ടോ അല്ലെങ്കിൽ ഒരു വെളിപ്പാടിൽ കൂടെ കണ്ടായിരിക്കും ഇന്ന് ഒരുക്കി വയ്ക്കുക, ഇന്നൊരു ഗസ്റ്റ് വരും. ഇപ്പോൾ നമ്മളും ചില ദിവസങ്ങൾ പറയും ചിലപ്പോൾ ഗസ്റ്റ് വന്നാലോ എല്ലാം ഒരുക്കി വയ്ക്കുക. അതേ കണക്ക് ആ വ്യക്തിക്ക് അത് തുടങ്ങിയപ്പോൾ അയാൾ ഒരു റൂം ഒരുക്കി വെച്ച്, ഇന്ന് ഗസ്റ്റ് വന്ന് തങ്ങണം, ആ ഗസ്റ്റിന് വേണ്ടി റൂമൊക്കെ ഒരുക്കി വെച്ച്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുടവും വെള്ളവും കൊണ്ട് വന്ന ആൾ കയറിയ വീട്ടിൽ ഇവർ ശിഷ്യന്മാരെല്ലാം ചെന്നിട്ട് പറഞ്ഞു, ടീച്ചർ ടീച്ചറിന് വേണ്ടി ഏത് മുറിയോ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഏത് മുറിയോ ഒരുക്കിയിരിക്കുന്നത്, മുറി ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയായിരിക്കും. അതാ ഈ മുറി. വിത്ത് മൈ ഡിസൈപ്പിൾസ് ഹി വിൽ ഷോ യു എ ലാർജ് റൂം അപ്സ്റ്റേഴ്സ്. എന്നിട്ട് അതും അടയാളം പറയുന്നത് ഒരു വലിയ മുറി അത് മുകളിലത്തെ നിലയിൽ കാണിച്ചു തരും. അപ്പോൾ കറക്റ്റ് അടയാളങ്ങളായി പറയുന്നത്. അയാളൊരു വലിയ മുറി താഴത്തെ ഫ്ലോറിൽ കാണിച്ചു തന്നാൽ ഇതല്ലല്ലോ, തെറ്റിപ്പോയല്ലോ. നമ്മൾ വിചാരിക്കുന്നത് ഈ മുറി എങ്കിൽ ഈ മുറി കർത്താവ് പറയാമെന്ന്. പക്ഷെ ഇവിടെ അടയാളം പറയുന്നത് വലിയ മുറി മുകളിലത്തെ നിലയിൽ. അപ്പം അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതെല്ലാം കൃത്യമായിട്ട് പറയും. അത് പറഞ്ഞാൽ ലോക മനുഷ്യർക്ക് മനസ്സിലാവില്ല. പറഞ്ഞാൽ എത്ര പറഞ്ഞു കൊടുത്താലും അത് അങ്ങനെ വരേണ്ട കാര്യം. നമ്മളപ്പോൾ ലോകബുദ്ധിയില്ലാതെ ചിന്തിക്കുന്നു. അതിപ്പോൾ അതിനേക്കാളും വലിയ റൂമല്ല താഴെ ഇരിക്കുന്നത്, എന്തിനു പിന്നെ അവിടെ തന്നെ പോകണമെന്നൊന്ന് പിന്നെ കർത്താവിനെ പടി മുഴിക്കും കയറ്റി എടുക്കണോ? ഇതൊക്കെ നമ്മൾ ലോകചിന്തയിലാണ്. കാരണം നമുക്ക് നടക്കാൻ വയ്യെങ്കിൽ കർത്താവിന് നടക്കാൻ വയ്യ. ഇതൊക്കെയാണ് നമ്മുടെ, അതാണ് പറയുന്നത് ലോകബുദ്ധിയും ആത്മീയയുടെ ചിന്തയും രണ്ടും ഡേ ആൻഡ് നൈറ്റ് വ്യത്യാസമാണ്. ലോകത്തിനുള്ള എത്ര പഠിപ്പും വിവരവും ഒക്കെ ഉള്ളവൻ ആത്മീയ ബുദ്ധിയുടെ പരിസരത്ത് എത്തത്തില്ല എന്ന്. അപ്പോൾ ഇതെത്രയും വചനത്തിലുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? ഷോ എ ലാർജ് റൂം അപ്സ്റ്റേഴ്സ് ഫർണിഷ്ഡ് ആൻഡ് റെഡി. അത് ഒരുക്കിയിരിക്കുകയാണ്, റെഡി ആയിട്ടിരിക്കുന്നത്. ആ മുറിയാണ് കാണിച്ചു തരുന്നത്, അത് ഒരുക്കി വച്ചിരിക്കുകയാണ്. മേക്ക് പ്രിപ്പറേഷൻ ഫോർ ഹസ് ദാറ്റ്. നമുക്ക് വേണ്ടി അവിടെ പെസഹ ഒരുക്കാൻ വേണ്ടി കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞു, ഇത്രയും കൃത്യമായിട്ട് പെസഹയ്ക്ക് വേണ്ടി അവിടെ ഒരുക്കാൻ പറഞ്ഞു തീരുന്നപ്പോൾ നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും ഒരു കുറവ് വന്നിരുന്നാൽ എന്നാൽ അത് വേണ്ട ഇത് ചെയ്യാം, ഇതില്ലെങ്കിൽ അത് ചെയ്യാം. നമുക്ക് പ്ലാൻ എ പ്ലാൻ ബി എന്നെല്ലാം പറഞ്ഞിരിങ്ങനെ പോകും. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കൃത്യമായിട്ട് അതായിരിക്കും. കാരണം അത് യേശു നേരിട്ട് പറഞ്ഞത് ശിഷ്യന്മാരടുത്ത് 2 പേരെ അയച്ചിട്ട് ആ 2 പേരെടുത്ത് കാര്യം പറഞ്ഞ ഇവിടെയാണ്.
എന്നിട്ട് അവരടുത്ത് പറഞ്ഞു അത് ഒരുക്കാൻ പറഞ്ഞു. നമ്മുടെ സഭായോഗം നാളെ ഉണ്ട്, 2 പേരുടെ പറഞ്ഞ് പോയി ഒന്ന് ഒരുക്കാൻ പറഞ്ഞു തരുന്നത്. അവൻ പോണ വഴിക്ക് വേറെ അവൻ്റെ വേണ്ടപ്പെട്ടവരും സഭയിലുള്ള വേറെ ആൾക്കാരും കൂടെ വിളിച്ചുകൊണ്ട് പോകും, നമുക്കെല്ലാം കൂടെ പോയിട്ട് അവിടെ ചെയ്യാൻ കത്ത് പാസ്റ്റർ പറഞ്ഞ ഒരുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു തരുമ്പോൾ അവർ ആത്മീയരല്ലാത്ത കൊണ്ട് അവരെ കർത്താവ് ഒരുക്കിയില്ല. ഈ 2 പേരെ മാത്രമേ ഒരുക്കുള്ളൂ. അവർ പോയി ഒരുക്കാൻ ആ ചിട്ടയായിട്ട് അത് ആത്മാവിൻ്റെ രീതിയിൽ അത് ഒരുക്കും. നമ്മൾ പോണ വഴിക്ക് കാണുന്നത് നമ്മുടെ സഭയുടെ മെമ്പറല്ലേ, ആരും കൂടെ വിളിക്കാമെന്ന് പറഞ്ഞാൽ തെറ്റ്. വിളിക്കരുത്. നിന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നീ ചെയ്യണം. നിന്നെയാണ് സഭയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുക. നിന്നെയാണ് അവിടെ പായിടാൻ വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുക. അപ്പോൾ അവിടെ തിരഞ്ഞെടുക്കുന്നവരുണ്ടാവണം. ലോകബുദ്ധിയിലല്ല, ഞാൻ വീണ്ടും പറയണം, ലോകബുദ്ധിയിൽ ചെയ്യുന്നവരെല്ലാം ഉണ്ട്, സഭകളെല്ലാം ലോകബുദ്ധിയിൽ ചെയ്യുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആത്മാവ് പ്രേരിക്കണം. ആത്മാവ് പ്രാപിച്ച ഒരു ശുശ്രൂഷകൻ ആ സഭയിലുണ്ടെങ്കിൽ, സഭയിൽ ശുശ്രൂഷകൻ ആത്മാവ് പ്രാപിച്ചില്ലെങ്കിലും അവിടെ ഒരു വിശ്വാസി ആത്മാവ് പ്രാപിച്ച വ്യക്തിയാണെങ്കിലും ആ വ്യക്തി പറയുന്നത് കേൾക്കണം, തിരിച്ചറിയണം. അല്ല ഞാൻ പാസ്റ്ററാണ് അതുകൊണ്ട് ഞാൻ മുൻപന്തിയിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നികളിച്ച ആ സഭയും വളരത്തില്ല, അവിടെ വന്ന ആടുകളൊക്കെ ചെതറിപ്പോകുന്നതാണ്. 16-ാമത്തെ വാക്യം. The disciples left, went into the city and found things just as Jesus had told them. അത് ഇംഗ്ലീഷാണ് വായിക്കുന്നത്. The disciples left, എന്നിട്ട് ആ 2 ഡിസൈപ്പിൾ അവിടെ നിന്ന് വിട്ടു. Went into the city, ആ പട്ടണത്തിലോട്ട് പോയി. And found things just, അത് നോക്കണം ആ വാക്ക് ജസ്റ്റ്. എന്നിട്ട് അവർ കർത്താവ് പറഞ്ഞ അതുപോലെ തന്നെ കണ്ടു. അതിനാണ് ഇംഗ്ലീഷിലെ ജസ്റ്റിൻ്റെ അർത്ഥം അത്രമാത്രം ഉണ്ട്. എന്നിട്ട് ആൻഡ് ഫൗണ്ട് തിങ്സ്, എന്നിട്ട് കണ്ടതെല്ലാം പറഞ്ഞ പ്രകാരമുള്ളത് അതേ കണക്ക് തന്നെ. ആസ് ജീസസ് had told them, ജീസസ് എങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അതേ കണക്ക് തന്നെ അവിടെയൊക്കെ നടന്നു. സോ ദേ പ്രിപ്പയർഡ് ദ Passover. നടന്നു വരുന്നപ്പോൾ അവർ ആ ബലിയർപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, പാസ്ഓവറിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരുക്കി. 17-ാമത്തെ വാക്യം. When evening came, Jesus arrived with the 12. സന്ധ്യയായപ്പോൾ, വൈകുന്നേരമായപ്പോൾ 12 പേരുമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് സംശയം വന്നു. When evening came, Jesus arrived with the 12. അപ്പോൾ 12 പേര് ശിഷ്യന്മാർ. അപ്പോൾ ആദ്യത്തെ 2 പേര് ആരായിരുന്നു? ഈ 12 പേരിലുള്ളവരല്ല, ആണോ? പിന്നെ വൈകുന്നേരം 12 പേരായിട്ട് വന്നു. അപ്പോൾ 14 പേരുണ്ട് എന്ന് നമുക്കെടുക്കാം. When evening came, Jesus arrived with the 12. While they were reclining at the table eating, അവർ ടേബിളിൻ്റെ ചുറ്റും കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ സെഡ് പറഞ്ഞത് എന്താണ്? ആ 12 പേരുമായിട്ട് കർത്താവ് ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ പെസഹായ്ക്ക് വേണ്ടി വന്ന് ഒരുങ്ങി കർത്താവിൻ്റെ കൂടെ നടന്നു വന്ന് ഇവിടെ ഈ വീട്ടിൽ വന്നു. മോളത്തെ മുറി ചെന്നിട്ട് നമ്മൾ ആ ടേബിൾ, അപ്പോൾ മോളത്തെ മുറിയിൽ ടേബിൾ വരെ ഉണ്ട്, ഡൈനിങ് ടേബിൾ. എത്ര പേർക്ക് ഇരിക്കാൻ? 13 പേർക്ക് ഇരിക്കാൻ വേണ്ടി. Truly I tell you, one of you will betray me and one who is eating with me. സത്യമായി 12 പേര് നല്ല ഐശ്വര്യമായിട്ട് വന്ന് കർത്താവ് പറഞ്ഞെല്ലാം ഒരുക്കി. വൈകുന്നേരമായപ്പോൾ കർത്താവിൻ്റെ കൂടെ എല്ലാം വന്ന് നല്ല സന്തോഷമായിട്ട് ഇന്ന് പെസഹാ ഇത് നല്ല ആടും ഇറച്ചിയും കാര്യങ്ങളും എല്ലാം കിട്ടും, അതെല്ലാം കഴിക്കാൻ പറഞ്ഞിട്ട് എല്ലാം വന്ന് ഒരുങ്ങി വന്ന് ഇരുന്നപ്പോൾ കർത്താവ് പറയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തെല്ലാം ഒരു കാര്യം പറയുന്നു. എല്ലാവർക്കും എന്തോ ഒരു കാര്യം പറയാൻ പോകുന്നു, നല്ലൊരു കാര്യം. സത്യമായിട്ട് ഐ ടെൽ യു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. സത്യമായിട്ട് പറയുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എന്തോ ഒരു നല്ല കാര്യം പറയാം. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കും. ആ കൂട്ടത്തിലുള്ള ഇത് കഴിക്കുന്നവർ, വൺ ഹു ഈസ് ഈറ്റിംഗ് വിത്ത് മീ, എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നവൻ. അപ്പോൾ അതിനു മുമ്പ് എല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു വന്നെല്ലാം പെസഹ വരെ എത്തി, ആ പാസ്ഓവർ വരെ എത്തി. അവർ കഴിക്കാൻ വേണ്ടി കഴിക്കാൻ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണ്,
ഈ കൂട്ടത്തിൽ എൻ്റെ കൂടെ കഴിക്കാതിരിക്കുന്ന ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. അപ്പോൾ കർത്താവിന് അതും കൂടെ കൃത്യമായിട്ട് പറഞ്ഞൂടെ, ഒറ്റിക്കൊടുക്കുന്നുണ്ട്. 19 ദേവ സഡൻ. ഞാൻ ഇതറിയാതെയാണ് പറഞ്ഞത്. അടുത്ത വാക്യം 19 മലയാളം വായിച്ചേ. അവർ ദുഃഖിച്ച്. ഞാനും അതിനെ പറഞ്ഞു വന്നത്. അവർ സന്തോഷത്തിൽ വന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ സങ്കടപ്പെട്ടു. ആൻഡ് വൺ ബൈ വൺ ദേ സെഡ് ടു ഹിം. ഓരോരുത്തരും കർത്താവിൻ്റെ അടുത്ത്, ഷ്യൂർലി യു ഡോണ്ട് മീൻ മീ. സത്യമായിട്ട് നീ എന്നെ അല്ല ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ എല്ലാവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവേ, സത്യമായിട്ട് നീ എന്നെ അല്ലല്ലോ. അടുത്ത ആളും ഇതേ കണക്ക്, കർത്താവേ ഞാനല്ലല്ലോ. അവർ സങ്കടത്തിൽ കൂടെയാണ് കർത്താവിനോട് പറയുന്നത്. അതിന് കർത്താവ് അങ്ങോട്ടൊരു കാര്യം പറഞ്ഞു തീർന്നാൽ സങ്കടം വരും. അല്ലാതെ ഓപ്പണായിട്ട് തുറന്നങ്ങ് പറയും. ആ തുറന്ന് പറയുന്ന ശുശ്രൂഷന്മാർ ഈ കാലത്തുണ്ടെങ്കിൽ അവരെല്ലാം ആൾക്കാർ എതിർത്തുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് തുറന്ന് പറയും. കർത്താവ് തിരഞ്ഞെടുത്തു, കർത്താവല്ലേ എന്നെ തിരഞ്ഞെടുത്തത്, പിന്നെ ഞാൻ എങ്ങനെ കുറ്റക്കാരനാവും എന്ന് പറഞ്ഞു. പക്ഷെ 12 പേരിൽ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞാണ്, ഇതിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും, അതും ഇതിലുള്ളതാണ്. അങ്ങനെ ഒറ്റിക്കൊടുക്കാൻ ആളില്ലെങ്കിൽ കർത്താവിനെ മറ്റവർ ക്രൂശിക്കത്തില്ലല്ലോ, അവസാനത്തുള്ളി രക്തം വരെ പോകത്തില്ലല്ലോ. 3-ാം നാൾ നിങ്ങളെന്നെ ക്രൂശിച്ച് മരണം സംഭവിച്ചിരുന്ന 3-ാം നാൾ ഈ പള്ളി ഞാൻ വീണ്ടും പണിയും 3 ദിവസം കൊണ്ട്. ഇതൊക്കെ നടക്കണമല്ലോ. അപ്പോൾ ഒറ്റിക്കൊടുക്കാൻ ഒരാൾ വേണം. പക്ഷെ അത് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരുന്നു. അതിലൊരാൾ ഈ കൂട്ടത്തിലുണ്ട്. ഇതിൽ കൂട്ടത്തിലുള്ള എൻ്റെ കൂടെ കഴിക്കുന്ന ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 12 ഈ റിപ്ലൈഡ്. എല്ലാവരും ഞാനാകുമോ എന്ന് ചോദിച്ചിരുന്നു. ഈ 12 പേരിൽ ഒരാൾ, ഇപ്പോൾ നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. 1200 പേരിൽ ഒരാളെന്നല്ല പറഞ്ഞത്. ഈ 12 പേര് ടേബിൾ ചുറ്റിരിക്കുമ്പോൾ പരസ്പരം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വിവേചനമില്ലായിരുന്നോ, ആ വെളിപ്പാടില്ലായിരുന്നോ ഈ 12 പേർക്കും? അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് തിരിച്ചറിയാമായിരുന്നു. അവർക്ക് അതൊന്നും കിട്ടിത്തുടങ്ങിയില്ല. കർത്താവിൻ്റെ കൂടെ തത്തമ്മ പൂച്ച ചെയ്യാൻ വേണ്ടി ചെയ്തു. അതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ അത്ഭുതം അടയാളം ഒന്നും നടക്കാതെ പോകുന്നത്. രോഗികളെ സൗഖ്യമാക്കാൻ പറ്റുന്നില്ല. ബ്രെഡ് ഇൻ ദ ബൗൾ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 12 ഹി റിപ്ലൈഡ്. അങ്ങനെ മറുപടി പറഞ്ഞു. വൺ ഹു ഡിപ്സ് ബ്രെഡ് ഇൻ ടു ദ ബൗൾ വിത്ത് മീ. എൻ്റെ കൂടെ റൊട്ടിയെടുത്ത് ആ സൂപ്പിൽ ബൗളിൽ മുക്കുന്ന വ്യക്തി തന്നെയാണ്. ഇപ്പോൾ 12 പേര് മുക്കുമല്ലോ. അപ്പോൾ ഇവിടെ എന്തിനു പറയുന്നത്? വൺ ഹു ഡിപ്സ് ബ്രെഡ് ഇൻ ടു ദ ബൗൾ വിത്ത് മീ. എൻ്റെ കൂടെ ആ ബൗളിൽ ബ്രെഡ് മുക്കുന്ന വ്യക്തിയാണ്. ഒരാളാണ് മുക്കാൻ പോകുന്നത്. ദ സൺ ഓഫ് മാൻ വിൽ ഗോ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് റിട്ടൺ അബൌട്ട് ഹിം. 21-ാമത്തെ മലയാളം വായിച്ചേ. മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ സത്യം. ഞാനിപ്പോൾ അത് അറിഞ്ഞില്ലേ. പക്ഷെ ഇവിടെ പറയുന്നത് മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെ പോകുമെന്ന്. അപ്പോൾ ഇതൊക്കെ എഴുതി വച്ചിരിക്കുക. നേരത്തെ കുട്ടി ഉണ്ട്. The Son of Man will go just as it is written about him. But woe to that man who betrays the Son of Man. ആ മലയാളം എന്താണ്? മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. ആകെ ഈ 12 പേരിലുള്ള കാര്യമാണ്. അതും കർത്താവ് തിരഞ്ഞെടുത്താണ്. അപ്പോൾ അത് ഒറ്റിക്കൊടുക്കുന്ന വ്യക്തി അയ്യോ കഷ്ടം. അപ്പോൾ 12 പേരിൽ ഒരാളാണെങ്കിൽ നമ്മൾ ലോക മനുഷ്യർ ദൈവമക്കളെന്ന് പറഞ്ഞ സഭയിൽ, ഞങ്ങളുടെ സഭയിൽ 1200 പേരുണ്ട്. അപ്പോൾ അതിൽ എത്ര പേര് വരണം? അത്രയും പേര് വരണം. പക്ഷെ അതിനേക്കാളും നിറഞ്ഞ 1200 പേരും ഒറ്റിക്കൊടുക്കുന്നവരാണ്. വചനം നേരെ ചെവ്വേ പ്രവർത്തിക്കാതെ അത് അറിഞ്ഞിട്ടും അതനുസരിച്ച് മുമ്പോട്ട് പോകാത്തവരെല്ലാം ഒറ്റിക്കൊടുക്കുന്നതാണ്. കാരണം പിതാവായ ദൈവം വചനം യേശുവിന് കൊടുത്തിട്ട് ജനത്തിന് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ആ പ്രകാരം യേശു ജനത്തിന് കൊടുത്തു എന്ന് സാക്ഷ്യം പറയുന്നു. പിതാവ് തന്നതുപോലെ തന്നെ അവരെയും പഠിപ്പിച്ചു, അവർ അതെല്ലാം ഉൾക്കൊണ്ട് ഇരിക്കുന്നു എന്ന് പറയും. ഉൾക്കൊണ്ട് ഇരിക്കുന്നു, അവരതനുസരിച്ച് പെരുമാറുന്നതുകൊണ്ട് അവരെ ഒറ്റയ്ക്കിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് ഒരാൾ വേണം കൂടാൻ.
എന്നൊക്കെ സപ്പോർട്ട് ചെയ്ത് മധ്യസ്ഥയായിരുന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിലാണോ നമ്മൾ? അപ്പോൾ വചനം അനുസരിച്ച് അതനുസരിച്ച് പോണവരെ അതിൽ വരുള്ളൂ. കാരണം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നതാണ്. അതില്ലെങ്കിൽ നീ ആ കൂട്ടത്തിലുള്ളതല്ല. നീയാണ് ഈ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരും കർത്താവിൻ്റെ കൂടെ പെസഹായിൽ ജോയിൻ ചെയ്യുന്നവരും കർത്താവിൻ്റെ കൂടെ അപ്പവും നുറുക്കി അതിൽ നിന്ന് മുക്കി കഴിക്കുന്നവനുമാണ്. അവന് അയ്യോ കഷ്ടം. അപ്പോൾ സഭായോഗത്തിന് വരുന്നത് നമ്മൾ പെസഹ കണക്കൊരു യോഗത്തിന് വരുന്നു. അവിടെ വന്നിട്ട് നമ്മൾ ആ വചനമൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു, അനുസരിക്കാതെ നമ്മൾ പോവുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ കർത്താവ് പറയുന്നത് നിന്ന് ആ വ്യക്തി തന്നെയാണ് അയ്യോ കഷ്ടം അങ്ങനെ ഒറ്റി കൊടുക്കുന്നത്. വചനം കേൾക്കാത്തവർ, അത് അനുസരിക്കാത്തവർ, അത് പ്രവർത്തിക്കുന്ന ഇൻഡയറക്റ്റ്ലി ആണെങ്കിൽ അവരുടെ അടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അയ്യോ കഷ്ടം എന്നാണ്. ഇറ്റ് കുഡ് ബി ബെറ്റർ ഫോർ ഹിം, അവന് നന്നായിരുന്നേനെ. ഇഫ് ഹി ഹാഡ് നോട്ട് ബീൻ ബോൺ, അവൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ അവൻ നന്നായിരുന്നേനെ. അല്ലെങ്കിൽ അത്ര അത് ചിന്തിക്കുന്നതിനേക്കാളും കഷ്ടതയിലായിരിക്കും അവൻ എത്തുന്നത്. അതുകൊണ്ട് കർത്താവ് അവൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാവും, ഇതെന്ത് പരിപാടി? അവൻ ജനിച്ചു, അവൻ ഈ ഭൂമിയിൽ വന്നു, കർത്താവ് തന്നെ സെലക്ട് ചെയ്തത്, ആ വ്യക്തി തന്നെ ഒറ്റ കൊടുപ്പിച്ചു. അവൻ്റെ അടുത്ത് കർത്താവ് തന്നെ പറയുന്നത് അവൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ജീവൻ കൊടുക്കുന്ന ആര്? ദൈവം. അപ്പോൾ ദൈവം വിചാരിച്ചാൽ മതിയല്ലേ? പക്ഷെ ദൈവത്തിന് ഒരാളിവിടെ വേണം. ഭാഗ്യത്തിന് നമുക്ക് കർത്താവ് ആ ഒരാൾ നമ്മളായില്ല. കാരണം യൂദാസ് വന്ന് ഒറ്റിക്കൊടുത്തു. ഒരാളിന് വേണമല്ലോ കർത്താവിന് അത് ഒറ്റിക്കൊടുക്കാം. നമ്മൾ ആ കൂട്ടത്തിൽ വരാത്തതിന് നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. അപ്പോൾ ഇനിയും നമ്മൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ആണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും ഈ ദൂതിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വചനമായിട്ട് ഗ്രഹിച്ചിട്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകാനാണ്. അത് ഗ്രഹിക്കാതെ പോകണമെങ്കിൽ നീ ഒറ്റിക്കൊടുക്കുന്നതാണ്. അങ്ങനെ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൽ നമ്മൾ പെടരുത്. 22 വൈൽ ദേ വർ ഈറ്റിംഗ് ജീസസ് ടുക്ക് ബ്രെഡ് ആൻഡ് വെൻ ഹി ഹാഡ് ഗിവൻ താങ്ക്സ് ഹി ബ്രോക്ക് ഇറ്റ്. തുടങ്ങിയ സമയത്ത് കർത്താവ് റൊട്ടി എടുത്ത് എന്നിട്ട് അതിന് പിതാവായ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നീട്ടിക്കൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ബ്രെഡിനെ നുറുക്കി. ആൻഡ് ഗേവ് ഇറ്റ് ടു ഹിസ് ഡിസൈപ്പിൾസ്. എന്നിട്ട് ശിഷ്യന്മാർക്ക് അത് കൊടുത്തു. എന്നിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നതാണ്, ഇതെടുക്കുക, ഇറ്റ് ഈസ് മൈ ബോഡി, ഇത് നിങ്ങൾ കഴിക്കുക, ഇത് എൻ്റെ ശരീരമാകുന്നു. അതെങ്ങനെ റൊട്ടി എടുത്ത് വെച്ചിട്ട് ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്നത്? നമുക്ക് അടുത്ത വായിക്കാം. ദെൻ ഇറ്റ് ടുക്ക് എ കപ്പ്, എന്നിട്ടൊരു കപ്പ് എടുത്ത് ആൻഡ് വെൻ ഹി ഹാഡ് ഗിവൻ താങ്ക്സ്, അതിനും നന്ദി പറഞ്ഞുകൊണ്ട് he gave it to them and they all drank from it. ആ കപ്പ് എന്ന് പറഞ്ഞാൽ വെറും കപ്പിലൊക്കെ വീഞ്ഞോ കാര്യങ്ങളെല്ലാം ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അതൊന്നും എടുത്തിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് അതിനും നന്ദി പറഞ്ഞുകൊണ്ട് ആൻഡ് ദേ ഓൾ ഡ്രാങ്ക് ഫ്രം ഇറ്റ്, അതിന്ന് എല്ലാവരും കുടിച്ചു. ആൻഡ് ദേ ഓൾ ഡ്രാങ്ക് ഫ്രം ഇറ്റ്. ദിസ് ഈസ് മൈ ബ്ലഡ് ഓഫ് ദി കവനൻറ്റ്. എന്നിട്ട് പറഞ്ഞ എന്താണ് മലയാളം വായിച്ചത്? നിയമത്തിലുള്ള എൻ്റെ രക്തം. അതായത് വചനം എന്ന നിയമത്തിലുള്ള പറയുന്ന എൻ്റെ രക്തം അനേകർക്ക് വേണ്ടി ചൊരിയാൻ വേണ്ടിയുള്ളതാണ്. വിച്ച് ഇസ് poured out for many, he said to them. ഇത് അനേകർക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തമാണ്. അപ്പോൾ സിംബോളിക്കായിട്ട് ഇതൊക്കെ പറയുന്നതാണ്. ആ ബ്രെഡ് കൊടുത്തപ്പോൾ എൻ്റെ ശരീരമാവുന്നു. ഈ വീഞ്ഞെടുത്തിട്ട് പറയാണ് ഇത് അനേകർക്ക് വേണ്ടി ചൊരിയാൻ വേണ്ടി ഇരിക്കുന്ന എൻ്റെ രക്തമാണ്. അപ്പോൾ ഈ രണ്ടും അടയാളം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ സെറ്റ് ടു ദം, ട്രൂലി ഐ ടെൽ യു, ഐ വിൽ നോട്ട് ഡ്രിങ്ക് അഗെയിൻ ഫ്രം ദ ഫ്രൂട്ട് ഓഫ് ദ വൈൻ അണ്ടിൽ ദ ഡേ വെൻ ഐ ഡ്രിങ്ക് ഇറ്റ് ന്യൂ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ സത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഞാൻ ഒരു നാളും ഈ ഫ്രൂട്ടിൻ്റെ വൈൻ ഞാൻ കുടിക്കത്തില്ല അണ്ടിൽ ദ ഡേ വെൻ ഐ ഡ്രിങ്ക് ഇറ്റ് ന്യൂ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ ആ ദിവസം വരെ സ്വർഗരാജ്യത്തിൽ ചെന്നിട്ട് ആ ദിവസം വരുന്ന സമയത്ത് ഞാൻ അവിടെ വെച്ചേ കുടിക്കുകയുള്ളൂ. അപ്പം അന്ന് അവിടെ ലാസ്റ്റ് കുടിയാണ്. അപ്പോൾ എത്ര കൃത്യമായിട്ടത് പറഞ്ഞു കൊടുക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പം തന്നെ നമുക്കും വ്യക്തമാവുന്നില്ല. അപ്പോൾ അന്ന് ആ ശിഷ്യന്മാർക്ക് എവിടെ വ്യക്തമാവുന്നു? ഇതെന്താണ് ശരീരം, ഇതെന്താണ് രക്തം, ഇത് രക്തവും ശരീരവും പറയുന്നു. എന്നിട്ട് പറയുന്നത് ഇവിടെ ഞാനിപ്പോൾ കുടിക്കുന്നു, ഇനി ഞാൻ ഒരിക്കലും കുടിക്കത്തില്ല. സ്വർഗരാജ്യത്തിൽ അതിൻ്റെ ദിവസം വരുന്ന സമയത്ത് അന്നേ ഞാൻ കുടിക്കുകയുള്ളൂ, അത് മധുരിക്കുന്നതായിരിക്കും. When they had sung a hymn, they went out to the Mount of Olives. നമ്മൾ എത്രാമത്തെ വാക്യം, കുറിവാക്യം വായിച്ചത്? When they had sung a hymn, they went out to the Mount of Olives. എന്നിട്ട് അവർ എന്താ ചെയ്ത്? അത് കഴിച്ച് ഇതെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവർ, മലയാളം വായിച്ച 26, പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. അവർ ഈ ഫങ്ഷനും ഈ പാസ് ഓവറെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിച്ച് ഇതെല്ലാം കേട്ട്, നന്മയും കേട്ട് തിന്മയും കേട്ട് ഫുഡും കഴിച്ച് വീഞ്ഞും കുടിച്ചെല്ലാം അവർ എന്താ പറഞ്ഞത്? സ്തോത്രം പറഞ്ഞു, താങ്ക്സ് പറഞ്ഞുകൊണ്ട്. എന്തിനൊക്കെ താങ്ക്സ് പറഞ്ഞത്? ആ സത്യം വീണ്ടും വെളിപ്പെടുത്തി ഞങ്ങളെ വീണ്ടും പുതുജീവനു വേണ്ടി ഒരുക്കിയത്, വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ, വീണ്ടും വചനം അനുസരിക്കാതിരിക്കാൻ വേണ്ടിയല്ല, അത് അനുസരിക്കാൻ വേണ്ടി, അതെല്ലാം പറഞ്ഞ് ആ സന്തോഷം, ആ വർത്തമാനം കേട്ട് തരുന്നപ്പോൾ അവർ നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടും പാടി ഒലിവ് മൗണ്ടനിലോട്ട് ചെന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്തും പറയുന്ന ഇതാണ്, കർത്താവ് ഒരുക്കി തരുന്ന ആ പെസഹ ദിവസം, ആ പാസോവർ ദിവസം എല്ലാം ഒരുക്കി നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരുന്നാണ് കഴിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ കഴിക്കാൻ നേരത്ത് കർത്താവ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കൂട്ടത്തിൽ ഒരുത്തനെ ഒറ്റിക്കൊടുക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത്, നീ അതിലാരെന്ന് ചോദിച്ചപ്പോൾ ഇതിൽ ബ്രെഡ് എടുത്ത് മുക്കുന്നവനാണ്. നമ്മുടെ ഉള്ളൊരു അതിബുദ്ധിമാന്മാരൊക്കെ, ഞാൻ ഇന്ന് ബ്രെഡ് കഴിക്കുന്നില്ല, അപ്പോൾ ഞാൻ മുക്കുന്നുമില്ല അല്ല. അപ്പോൾ അതാണ് ലോകബുദ്ധി എന്ന് പറയുന്നത്. നീ മുക്കിയാലും മുക്കിയില്ലെങ്കിൽ ലിസ്റ്റിലുണ്ടെങ്കിൽ അതിലുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നീ ആരെന്ത് പറഞ്ഞാലും നിന്നെ അനുഗ്രഹിച്ചിരിക്കും. പക്ഷെ നിന്നെ നശിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നശിപ്പിക്കത്തില്ല. കാരണം സ്നേഹമുള്ള ദൈവം ആയതുകൊണ്ട് അവസരം തന്നുകൊണ്ടിരിക്കുന്നതിന് രക്ഷപ്പെടാൻ. അതാണ് യേശു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവായ ദൈവത്തിനും മനുഷ്യൻ്റെ ഇടയിൽ മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൃപ, ആ കൃപയിൽ മധ്യസ്ഥ വഹിച്ചുകൊണ്ട്. അന്ന് യൂത ഉണ്ടായിരുന്നു, ഇപ്പോൾ യൂതയൊന്നും ഇല്ല. കർത്താവ് അതിനെ വരുത്തിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരുടെ കൊണ്ട് പറയിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നു, ഇപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സംസാരിക്കാൻ ഞാൻ തുടക്കമേ ഞാൻ പറഞ്ഞു, നമ്മുടെ 3 പേരുടെ അടുത്തുള്ള ദൂതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വചനം കൃത്യമായിട്ട് മനസ്സിലായിട്ട് ആത്മാവ് എന്ത് വചനത്തിൽ കൂടെ പറയുന്നു ഗ്രഹിച്ചിട്ട് അതനുസരിച്ച് നടക്കാൻ നോക്കുക. അത് ലോക മനുഷ്യർ നോക്കുമ്പോൾ ഇന്ന് എന്തൊരു തരക്കെന്തോ പ്രോബ്ലമാണ്. കാരണം അവർ ലോകത്തിൻ്റെ ബുദ്ധിയിൽ അളക്കുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് എന്താ? ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ. ആത്മാവ് പറയുന്നു. കിടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ചാടി എണീറ്റ് ഡ്രസ്സും ചെയ്തിട്ട് പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്ത് പറ്റി? പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാം കൊടുത്തായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പോയി ലെഫ്റ്റ് കയറി 3ാമത്തെ വീട്ടിൽ 4ാമത്തെ മുറിയുടെ അകത്ത് ഇരിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. പോയി സുവിശേഷം പറഞ്ഞ് സ്നാനപ്പെടുത്താൻ. അപ്പോൾ ഇറങ്ങി പോണത്. കാരണം ഏത് സമയത്തും പോവും. അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞ് സ്നാനപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരുക്കി അവിടെ അടുത്തുള്ള ഈ സ്നാനപ്പെടുത്തുന്നതെല്ലാം മുങ്ങണമെന്നൊന്നുമില്ല. വചനത്തിൽ പറയുന്നത് കർത്താവ് സ്നാനപ്പെടുത്തിയപ്പോൾ മുങ്ങി എണീറ്റു. കർത്താവിന് അപ്പോൾ എത്ര വയസ്സ്? 30-33 വയസ്സ്. 87 വയസ്സുള്ള അമ്മ സ്നാനപ്പെടുത്തണമെന്ന് വെച്ചാൽ പ്രാക്ടിക്കലാണോ? അപ്പോൾ അതിലൊന്നല്ല കാര്യം. കാരണം വയസ്സല്ല ഇമ്പോർട്ടൻറ്റ്. മനസ്സുകൊണ്ട് അവർ ഒരുങ്ങിയിട്ട് അവിടെ നിന്ന് ആ ബെഡിൽ നിന്ന് എണീറ്റാൽ മതി, അവർ സ്നാനപ്പെട്ട് കഴിഞ്ഞു. അന്ന് എല്ലാവരും ചിലർ പൈസ വരെയും കൊണ്ടുവന്നിട്ട് 85 വയസ്സുകാരെ ഞാൻ സ്നാനപ്പെടുത്തി. നീ അഭിഷക്തനല്ലല്ലോ, നീ ലോകബുദ്ധിയിലാണ് അതൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ അവസരം കിട്ടിത്തരുന്നപ്പോൾ ആ ആത്മാവ് പറഞ്ഞതനുസരിച്ച് പോയി. അപ്പോൾ ആത്മാവ് പറയുന്നതനുസരിച്ച് പോകുന്നിടത്ത് മറ്റൊരു ലോകബുദ്ധിയിലുള്ളവർ ഇരിക്കുമ്പോൾ ഇറങ്ങി ഓടിപ്പോകുന്നുണ്ട്. പക്ഷെ അവിടെ സ്നാനപ്പെടുത്തി
കരം വെച്ച് നന്മ പറഞ്ഞുകൊണ്ട് ബ്ലെസ്സിങ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് എത്തുന്ന മുമ്പ് തന്നെ അവിടെ മരണം നടന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവ് ആ വ്യക്തിയെ ഒരുക്കി. ഞാൻ പറയും, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവിടെ ആരാ ഒരു പരിചയമില്ല. അവിടെ ചെന്നപ്പോൾ 85 ഇതിനെ പിടിച്ചിട്ടിപ്പോൾ വണ്ടിയും എടുത്ത് ഇനി കുളവും തിരക്കി നമ്മൾ നടക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവിടെ ആ പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ സുവിശേഷത്തിൻ്റെ 1-2 സെൻറ്റൻസ് പറഞ്ഞ് ബാക്കിയുള്ളവരും കേട്ട് അവിടെ നിന്ന് വീടെത്തിയപ്പോൾ അപ്പോൾ ചുരുങ്ങിയ ടൈമാണ്. ആ സമയത്ത് നമ്മൾ സ്നാനപ്പെടുത്താൻ വേണ്ടി വെള്ളം കണ്ടുപിടിക്കണം, അവിടെ കൊണ്ടുപോകണം, അവിടെ ചെന്ന് അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞൊരു ആ വ്യക്തി. ഇപ്പോൾ നമ്മൾ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ആ വാക്കുകളും കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ എന്ത് വിഷയത്തിന് വേണ്ടി നമ്മൾ മുട്ടുകുത്തും മുമ്പേ ഞാൻ അറിയുന്നു. വാക്കും വാചാലത്തിലും എല്ലാ കാര്യവും നമ്മൾ ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്. പട്ടണത്തിൽ അവർ കേൾക്കാൻ വേണ്ടി, പ്രീതി സമ്പാദിക്കാൻ വേണ്ടി നമ്മളതനുസരിച്ച് ആഹ്വാനം ചെയ്യുന്നു. അതാണ് സഭയിലെല്ലാവരും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആദ്യം കയറി പ്രാർത്ഥിക്കുന്നത്, സഭയിലുള്ളത് അറിയട്ട് ഞാൻ പ്രാർത്ഥന ഗോപുരമാണ്. അവർ നോക്കുമ്പോൾ ചോദിക്കും, എൻ്റെ പ്രാർത്ഥന കൊണ്ട് സഭായോഗം എല്ലാ ഞായറാഴ്ചയും പെർഫെക്റ്റായിട്ടാണ് നോക്കുന്നത്. ആർക്കും ഒരു വിടുതലില്ലാത്തത് അതാണ് പെർഫെക്റ്റ്. അവിടെ പ്രാർത്ഥിക്കാനെടുത്ത് പാസ്റ്ററിന് അതിനുള്ള കൃപ. ചില പാസ്റ്റർമാർക്ക് ഒരു കൃപയേ ഉള്ളൂ. അവിടെ പ്രാർത്ഥിക്കാൻ ചില സ്ഥലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ വരും, ഞാൻ ഇന്ന് കഴിച്ചപ്പോൾ ഇന്ന് എന്ത് പ്രസംഗങ്ങളെന്ന് പറഞ്ഞിട്ടെടുത്ത് ഞാൻ ആരെങ്കിലും ഒരു ദേവദാസിനെ വിട്ടാലും മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ ദേവദാസന്മാരുണ്ട്. ഇന്ന് എൻ്റെ ജനത്തിന് ഞാൻ എന്ത് കൊടുക്കണം, ആ ആഗ്രഹത്തോടു കൂടി ചോദിക്കുന്നവർക്ക് ദൈവം കൊടുക്കും. അവിടെ ആൾ വരും, അവിടെ വിടുതൽ നടക്കും. അപ്പം നമ്മളവിടെ ശുശ്രൂഷിച്ചിട്ട് നമ്മൾ സ്ഥലം വിടുന്നു. പിന്നെ നമ്മൾ വരെ അറിയുന്നില്ല. ഏതെങ്കിലും കാലത്ത് പിന്നെ 2ാമത് പ്രാവശ്യം പോകുമ്പോൾ ആയിരിക്കും അതേ പാസ്റ്റർ അവിടെ ഉണ്ടെങ്കിൽ ഓർക്കുന്നു. കാരണം ഓർക്കാനുണ്ട്, നമ്മൾ പോയതിന് ശേഷം അവിടെ ഒരു വിടുതൽ നടന്നിട്ടുണ്ട്. അത് നമ്മൾ ആത്മാവ് കേൾപ്പിക്കും. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ആത്മാവിൻ്റെ പ്രവൃത്തി അതൊക്കെയാണ്. എന്താണെന്ന് അറിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഞാൻ സംസാരിക്കുമ്പോൾ അവസാനം ഈ ആത്മാവിൻ്റെ കാര്യം. കാരണം ആത്മാവിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പൊരുളും സത്യം അത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാടാണ്. അങ്ങനെ ദൈവം നമ്മുടെ അടുത്ത് സംസാരിച്ചതിന് നമ്മൾ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം.
ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 24-ാം വാക്യം. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരുമായി വരുമ്പോൾ നമുക്ക് ആ ഭാഗം മേളിലേക്ക് അറിയാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ വിഷയം ദൈവത്തിന് തന്നിരിക്കുന്ന ഉത്തരം നൽകിയ ഒരുവൻ ധനവാൻ വന്ന് കർത്താവിനോട് ചോദിച്ചു നിത്യജീവൻ പ്രാപിക്കാൻ. അപ്പോഴെല്ലാം കർത്താവ് വ്യക്തമാക്കി പറഞ്ഞു, ദരിദ്രർക്ക് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ടോണ്ടിരുന്ന ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഭാഗത്തിൻ്റെ മറുപടിയാണ് നമ്മൾ കഥയുടെ വായിച്ചത്. അപ്പോൾ ധനവാൻ വന്ന് ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് വന്ന് ചോദിക്കുകയെ യേശു ചുറ്റും നിൽക്കുന്ന നോക്കിയ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ് സമ്പത്ത് വേണം, ഈ ഭൂമിയിൽ സമ്പത്തില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല, സമ്പത്ത് കർത്താവ് തരും എന്നെല്ലാം പറയുമ്പോഴും കർത്താവുള്ള ഒരു വാക്ക് വ്യക്തമാക്കി പറയാൻ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് വെച്ചാൽ കടക്കത്തില്ല എന്നല്ല, പ്രയാസമാണ്. എന്തുകൊണ്ടാണ് പ്രയാസം എന്ന് ഉള്ള രീതി കർത്താവ് പിന്നത്തേതിൽ താഴെ വ്യക്തമാക്കി പറയുന്നുണ്ട്. പ്രയാസത്തിൻ്റെ കാരണം എന്താണ്, പ്രയാസം എന്താണെന്ന് ഈ സംഭവം പറഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ ചോദിച്ചു കർത്താവിനോട്. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവർ അതിശയിച്ചു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കർത്താവ്, അപ്പോൾ സ്വർഗത്ത് പോകാൻ ഒരു നിവൃത്തിയില്ലേ, സമ്പത്തുണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ലേ? എന്നാൽ പ്രയാസമെന്ന് കർത്താവ് പറയുമ്പോൾ ആ കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ള അതിശയിച്ചിട്ട് കർത്താവിൻ്റെ ഒരു ശിഷ്യൻ ചോദിക്കുകയും വിസ്മയിച്ചിട്ടുണ്ട്. എന്നാൽ യേശു വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെ മക്കളെ സമ്പത്തിന് ആശ്രയിക്കാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ശിഷ്യന്മാരുടെ ആ അതിശയമായ മുഖത്തിൻ്റെ ആ രീതിയും അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ അങ്ങനെ നോക്കിയപ്പോൾ അല്ലെങ്കിൽ അതിശയിച്ച് നിന്നപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഇവിടെ ആ ശിഷ്യൻ ചോദിച്ചെന്ന് പോലുമില്ല. ഇവിടെ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് അത് പറയുമ്പോൾ ആ ശിഷ്യൻ കർത്താവിനോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ആ ശിഷ്യൻ്റെ ആ മുഖത്തിലെ ആ വിസ്മയം അല്ലെങ്കിൽ ദൈവം അവനെ നോക്കിയപ്പോൾ അവനുള്ള അതിശയം കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ദൈവരാജ്യം കടക്കണമെങ്കിൽ സമ്പത്തുള്ളവന് കടക്കാൻ ഭയങ്കര പാടാന്ന് പറയുമ്പോൾ ഇതിലൊരു ശിഷ്യൻ ആരാന്നുള്ള വ്യക്തമാക്കി വേദപുസ്തകത്തിൽ ഒരിടത്ത് പല ഭാഗത്തും ഈ ഭാഗം എഴുതിയിട്ടുണ്ടെങ്കിലും ഏത് വ്യക്തിയാണ് ഇവിടെ പറയുന്നില്ല. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഇതിലൊരു ശിഷ്യൻ വിസ്മയിച്ച് കർത്താവിന് മുന്നിൽ നോക്കിയപ്പോൾ കർത്താവ് ആ ശിഷ്യന്റെ വിസ്മയം കണ്ടിട്ട് മറുപടി ഒന്നുകൂടെ പറയാനാണ് വ്യക്തമാക്കി. എന്നാൽ യേശു പിന്നെയും മക്കളെ സമ്പത്തിന് ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. പിന്നെയും കർത്താവ് ഇത് തന്നെ പറയുന്നത്. എന്തിൽ ആശ്രയിച്ചാലാണ് നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ പ്രയാസം? സമ്പത്തിൽ ആശ്രയിച്ചാൽ. വചനത്തിൽ നമ്മൾ വ്യക്തമാക്കി പറയുന്നത് കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് നേടാൻ
കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവരാജ്യം നേടണമെങ്കിൽ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. എന്നാൽ ഭൂമിയിൽ നമ്മൾ സമ്പത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവമില്ല. നിങ്ങൾക്ക് സമ്പത്തിനെയും മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് ഇത് വ്യക്തമാക്കിയിട്ട് പറയാൻ, നിങ്ങൾ സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമാക്കി അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സമ്പത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവത്തിലായിട്ട് കടക്കാൻ പ്രയാസമാണ്. എന്നാൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗരാജ്യം നേടാൻ സാധിക്കും. അത് വ്യക്തമാക്കി താഴെ വായിച്ചു വരുമ്പോൾ നമുക്ക് ഭാഗം വ്യക്തമാക്കി മനസ്സിലാക്കാം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുള്ളുകൾ കടക്കുന്നത് എളുപ്പമെന്ന് ഉത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയുമെന്ന് പരസ്പരം പറഞ്ഞു. ഇവിടെ വായിക്കുമ്പോൾ പിന്നെയും കേൾക്കണം, കർത്താവ് പിന്നെയും പറയേ, സമ്പത്തിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുള്ളിൽ കടക്കുന്നത് എത്ര എളുപ്പമെന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഒരു നൂല് പോലും ഒരു സൂചിക്കുള്ളിലൂടെ കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമ്പോഴാണ് ഒരു ഒട്ടകം സൂചിക്കുള്ളിലൂടെ കയറുക നമ്മൾ എളുപ്പമല്ല. അപ്പോൾ അത്രയും എളുപ്പമല്ല, അത്രയും പ്രയാസമാണ് ഒരു സമ്പത്തുള്ളവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദരിദ്രർക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ കർത്താവ് ഇല്ലാത്തവർക്ക് കൊടുക്കാതെ അങ്ങനെ സ്വന്തമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യം പ്രാപിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വളരെ പ്രയാസമെന്ന് കർത്താവ് പറയുമ്പോൾ ഇത് പിന്നെയും കേട്ടിട്ടുള്ള ശിഷ്യന്മാർ പിന്നെയും വിസ്മയിച്ചു, അധികമായി വിസ്മയിച്ചു. അവർ വായിക്കുമ്പോൾ അങ്ങനെ എഴുതുക, അവർ ഏറ്റവും വിസ്മയിച്ചു. അപ്പോൾ കുറച്ചും മുൻപ് കർത്താവ് ഇത് പറഞ്ഞു വരുമ്പോൾ അതിലൊരു ശിഷ്യൻ വിസ്മയിച്ചപ്പോൾ കർത്താവ് കുറച്ചും കൂടെ വ്യക്തമാക്കി നമ്മൾ പറഞ്ഞു. പിന്നെയും കർത്താവ് അതിൻ്റെ കാഠിന്യം കുറച്ചും കൂടെ വ്യക്തമാക്കി പറയുകയാണ്, ഒട്ടകം സൂചിക്കുള്ളിൽ കൂടെ കടക്കുന്നതിന് അത്രയും പ്രയാസമുണ്ട് ഒരു ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ. അപ്പം എത്ര ടഫാണെന്നുള്ളതാണ് കർത്താവിന്റെ വചനത്തിൽ കൊടുക്കുന്നത്. എന്ന് വെച്ച് ധനവാൻ കടക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല, പക്ഷെ പ്രയാസമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് പ്രയാസം? ഈ ഭൂമിയിൽ സമ്പത്തുണ്ടായിട്ട് നമുക്ക് തന്നെ മാത്രം ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സമ്പത്ത് നമുക്ക് ആവശ്യത്തിനേറെ കർത്താവ് തരുന്നുണ്ട്. അതിന് മേളിൽ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ആർക്കും കൂടെ ഉള്ളതാണ്, ദരിദ്രർക്കും കൂടെ കൊടുക്കാനുള്ളതാണ്. ഇവിടെ ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഭാഗം വ്യക്തമാക്കി മനസ്സിലാക്കണം. അവിടെ വായിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാകും. ഇവിടെ കർത്താവ് അത് പറയുമ്പോൾ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ ചോദിക്കുന്നതല്ല, അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. 26 വാക്യത്തിൽ അവർ ഏറ്റവും വിസ്മയിച്ചു, എന്നാൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയുമെന്ന് പരസ്പരം പറഞ്ഞു. നമ്മൾ യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോഴും മറ്റുള്ള സുവിശേഷം വായിക്കുമ്പോഴും വ്യക്തമാക്കി എഴുതി, കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിൽ കൂടെ നമുക്ക് കിട്ടിയതാണ് രക്ഷ. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടെ ലഭിച്ച രക്ഷ, ആ രക്ഷ നമുക്ക് പ്രാപിക്കണമെങ്കിൽ എന്താകണമെന്ന് വചനം വ്യക്തമാക്കി അതിൻ്റെ തൊട്ട് മുന്നിലും താഴെയായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ സമ്പത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ കർത്താവിൽ നിന്ന് രക്ഷ ലഭിക്കുകയില്ല. എന്നാൽ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ രക്ഷ യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കും. നമ്മൾ ഭൂമിയിലെ നന്മകളും ഭൂമിയുടെ ആവശ്യങ്ങൾക്കും ഭൂമിയിലുള്ള കാര്യത്തിലേക്കാണ് നമ്മുടെ ആശ്രയം വെച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ, സമ്പത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്, വേറെ കർത്താവിലല്ലാതെ വേറെ എന്തിൽ ആശ്രയം വെച്ചിരിക്കുകയാണെങ്കിലും രക്ഷ യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ വിസ്മയം കണ്ടിട്ട് അവർ പരസ്പരം ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? ഇത് വ്യക്തമാക്കി ശിഷ്യന്മാർക്ക് ആ ഹൃദയം തുറന്നു കൊടുക്കാത്തതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പലതും മനസ്സിലാകാതെ പോകുന്നത്. രക്ഷ പ്രാപിക്കാൻ യേശുക്രിസ്തുവിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ ആരെങ്കിലും ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമ്പത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, കർത്താവിൽ ആശ്രയിക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലർ 3-ാം അധ്യായത്തിൽ രക്ഷ പ്രാപിക്കാൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ, വേറെ ഒരു നാമമില്ല. ആ ഭാഗം വ്യക്തമാക്കിയ പത്രോസ് ഇത് പിന്നത്തേതിൽ പറയുന്നുണ്ട്. കർത്താവിന് പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം ഈ കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് വ്യക്തമായിട്ട് രക്ഷ പ്രാപിക്കാൻ നിങ്ങൾക്ക് വേറെ ഒരു നാമമില്ല, രക്ഷ പ്രാപിക്കാൻ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ, മറ്റൊരുവനും രക്ഷയില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ ഭാഗം വ്യക്തമാക്കി മാറ്റണം. നമ്മൾ കർത്താവിൽ കൂടെ അല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ഒരു സമ്പത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ഒരാളിൽ തന്നെ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരുവനും രക്ഷ പ്രാപിക്കാൻ സാധിക്കില്ല. നമുക്ക് ഈ ഭൂമിയിൽ തരുന്ന നന്മകൾ അത് നമുക്ക് വേണ്ടി അത് തന്നതിന് ശേഷം ബാക്കി എന്തുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്കും കൂടെ ഉള്ളതെന്ന് കർത്താവ് വ്യക്തമാക്കി പറയും. അതാണ് താൻ ധനവാനായ അവനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്, അതിന് മേലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദരിദ്രർക്കും കൂടെ കൊടുക്കാൻ, മറ്റുള്ളവർക്കും കൊടുക്കാൻ. ഇന്നലെ നമ്മൾ കേട്ട വചനവും അത് തന്നെയാണ്. വിശക്കുന്നവർക്ക് കൊടുക്കാൻ, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ. വിശപ്പില്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ദാഹിക്കാത്തവന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവൻ വെറുതെ നാട്ടിൽ വെച്ചിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ട വചനത്തിനും അത് തന്നെയാണ് പറയുന്നത്. വിശപ്പുള്ളവന് ഭക്ഷിക്കാൻ കൊടുക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ എപ്പോൾ വന്നപ്പോൾ നിങ്ങൾ എനിക്ക് തന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയാൻ, വിശന്ന ഒരുവൻ, ചെറിയനായ ഒരുവൻ വന്നപ്പോൾ വിശന്നിരുന്നവന് നീ വെള്ളം കൊടുത്തു, ദാഹിച്ചതിന് നീ വെള്ളം കൊടുത്തു, വിശന്നിരുന്നവന് ഭക്ഷണം കൊടുത്തു, ദാഹിച്ചിരുന്നവന് വെള്ളം കൊടുത്തു.
നഗ്നനായി കടന്നു വന്നവനെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നവനെ പോയി കണ്ടു. ജയിലിലായിരുന്നവനെ പോയി കാണാനിടയായി. ആ ഭാഗം വായിക്കുമ്പോൾ അങ്ങനത്തെ വ്യക്തികൾക്ക് ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമുള്ളത് വചനത്തിൽ അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി കർത്താവ് പറയാം. അർഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കണം എന്ന് വെച്ചാൽ ദാഹിക്കുന്നവന് കൊടുക്കണം, അല്ലെങ്കിൽ വിശക്കുന്നവന് കൊടുക്കണം, ദരിദ്രർക്ക് കൊടുക്കണം. അപ്പോൾ വചനം വ്യക്തമാക്കി പറയാൻ നമുക്ക് ഉള്ളതിന് കവിഞ്ഞ്, അതുകൊണ്ടാണ് കർത്താവ് പിന്നത്തേക്ക് രണ്ടുള്ളവർ ഒന്ന് കൊടുക്കട്ടെ എന്ന് പറയുന്നത്. നമുക്കുള്ള തന്നതുണ്ടോ എന്ന് വെച്ചാൽ അതെടുത്തതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ദൈവം നമുക്ക് തന്നതിൽ അധികമായി എന്തെങ്കിലും ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനാണ്. എന്നാൽ ഇവിടെ ശിഷ്യന്മാരോട് ഇത് പറയുമ്പോൾ തന്നെ കർത്താവ് നമ്മളോട് പറയുന്ന ആലോചന ഇതാണ്: നിങ്ങൾ വേറെ ഒന്നിലും ആശ്രയിക്കരുത്, ദൈവത്തിൽ തന്നെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പാത കർത്താവ് കാണിച്ചു തരും. സമ്പത്തിൽ ആശ്രയിക്കുകയോ മറ്റുള്ള വ്യക്തികളിൽ ആശ്രയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ രക്ഷ പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കർത്താവിൽ നിന്ന് രക്ഷ പ്രാപിക്കണമോ? കർത്താവിൻ്റെ ശിഷ്യന്മാർ തമ്മിൽ പരസ്പരം സംസാരിച്ചു വെച്ചാൽ അങ്ങനെയാണെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആൾക്ക് കഴിയും. കാര്യം സമ്പത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യം കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷ പ്രാപിക്കാൻ അവർക്ക് കഴിയത്തില്ല എന്നുള്ള അവസ്ഥ വരെ വരുന്നൊരു അവസ്ഥ കണ്ടപ്പോൾ ശിഷ്യന്മാർ ഇത് പരസ്പരം പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, ആ ഭാഗം 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിനല്ലാതാണ്, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയാം, ദൈവത്തിനെ കൊണ്ട് ഇതെല്ലാം സാധ്യമാണ്. മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ദൈവരാജ്യത്തിലേക്ക് കടക്കാമെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ സ്വയമേ സമ്പത്തുണ്ടാക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഭൂമിയിൽ നമുക്ക് നേടാൻ പറ്റുന്ന എന്ത് സംഭവം നമുക്ക് പണം കൊണ്ട് മേടിക്കാം. നമുക്കറിയാം, വചനം വായിക്കുമ്പോൾ തന്നെ വചനത്തിന് ഇല്ലാത്തവർക്ക് പോലും പണം കൊണ്ട് എന്തും നേടാം. ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തോട് ചോദിക്കാതെ തന്നെ കർത്താവിൽ ആശ്രയിക്കാത്ത ഒരു വ്യക്തിക്ക് പണം ഉണ്ടെങ്കിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ 10 ലക്ഷത്തിന് ഒരു കാർ പോയി മേടിക്കാം. അത് ആരോടും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന, എന്ന് വെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ എന്തും നേടാം. പക്ഷേ ദൈവരാജ്യത്തെ കടക്കാൻ പൈസ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ സമ്പത്ത് കൊണ്ട് നമുക്ക് ദൈവരാജ്യത്തെ കടക്കാൻ കഴിയുകയില്ല. അതിന് വേണ്ടത് എന്താണ്? ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് കർത്താവിൽ കൂടെ മാത്രമേ ആശ്രയിച്ചാൽ മാത്രമേ ദൈവരാജ്യം കടക്കാൻ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമാക്കി പറയുന്നത്, മനുഷ്യന് യേശു വരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിനല്ലാതാണ്, ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. കർത്താവിൽ കൂടെ സാധ്യമാകണമെങ്കിൽ കർത്താവിൽ കൂടെ മാത്രമേ നമുക്ക് ആശ്രയിച്ചാൽ മാത്രമേ ദൈവത്തിൽ കൂടെ രക്ഷ പ്രാപിച്ച് നിത്യതയിൽ നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യം പ്രാപിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഭൂമിയിൽ സമ്പത്തിൻ്റെ പുറകെ തന്നെ നമുക്ക് നിൽക്കാം. അങ്ങനെയുള്ളവർക്ക് ഇവിടെ തന്നെ ധനവും സന്തോഷവും കിട്ടുമായിരിക്കാം. പക്ഷേ നിത്യതയിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവ് പറയുന്ന പോലെ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് പറയുന്നത് അനുസരിച്ച് ദരിദ്രർക്ക് വേണ്ട കൊടുക്കാൻ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞതുപോലെ ചെയ്യാനും കൂടെ ബാധ്യസ്ഥരായവർക്ക് മാത്രമേ ദൈവരാജ്യം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാഗം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് കർത്താവിനോട് ചോദിക്കുകയും, ഇതാ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞത് സത്യം തന്നെയാണ്. കർത്താവ് പറഞ്ഞു, നീ മീൻ പിടിക്കുന്നവനല്ല, ഇനി നീ എന്ത് ചെയ്യും? മനുഷ്യനെ പിടിക്കുന്നവൻ, നീ എൻ്റെ പുറകെ വരാൻ പറഞ്ഞപ്പോൾ എല്ലാം വിട്ട് കർത്താവിൻ്റെ പുറകെ കടന്നു. അങ്ങനെ കർത്താവിൻ്റെ പുറകെ എല്ലാം വിട്ട് കടന്നു വരുന്ന പത്രോസിന് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് വ്യക്തമാക്കി ആ വിളിക്കനുസരിച്ച് ചെയ്തനുസരിച്ചുള്ള വേല, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ അനുസരിച്ച് വിളിക്കനുസരിച്ചുള്ള വേല ചെയ്തപ്പോൾ കർത്താവിന് വ്യക്തമാക്കി അവനോട് പറയണം, അതിന് യേശു എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ അമ്മയോ സഹോദരങ്ങളോ സഹോദരികളോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ്, ശ്രദ്ധിക്കണം, ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാന ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ലാന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. കർത്താവ് സത്യമായ ഒരു കാര്യം പറയാം. കർത്താവ് പറഞ്ഞ അനുസരിച്ച് നിങ്ങളെ വേർതിരിച്ച് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വിടാൻ പറഞ്ഞത് വിട്ടിട്ടാണ് നിങ്ങൾ എൻ്റെ പുറകെ വരുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതനുസരിച്ച് വിടേണ്ടതെല്ലാം വിട്ടിട്ടാണ് നിങ്ങൾ എൻ്റെ പുറകെ വരുന്നതെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ വിട്ടതിൻ്റെ 100 മടങ്ങ് ഈ ഭൂമിയിലും സ്വർഗത്തിലും നിത്യജീവനായി തരാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്നെ ദൈവം ഓർപ്പിച്ച പല കാര്യങ്ങളുണ്ട്. എല്ലാം പറയുന്നില്ല, എന്നാലും ചെറിയ കാര്യങ്ങൾ എന്നെ ഓർമ്മിച്ച് പറയാം. പത്രോസും തൻ്റെ ശിഷ്യന്മാർ 12 പേരും കർത്താവ് പറഞ്ഞ കേട്ട് കർത്താവിൻ്റെ പുറകെ അനുസരിച്ചു. ഞാൻ എപ്പോഴും ആ ഭാഗം വായിക്കുന്നു, അവർ കർത്താവ് പറഞ്ഞതെല്ലാം ഗ്രഹിച്ചോ എന്ന് ചോദിച്ചാൽ ഗ്രഹിച്ചില്ല എന്ന് ഞാൻ പറയുമെങ്കിലും അവരനുസരിച്ചോ എന്ന് ചോദിച്ചാൽ അവരനുസരിച്ചു.
കർത്താവ് പറയുന്നത് എല്ലാവരും ചെയ്തു. നമ്മൾ കുറച്ചു മുമ്പ് രാടി പറഞ്ഞ ആ വചനത്തിൽ നിന്നും പറഞ്ഞു, രണ്ടുപേരോട് കർത്താവിൽ നിന്ന് ചോദിച്ചു, അനുവാദം ചോദിച്ചു, ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നുണ്ട്. കർത്താവ് പറഞ്ഞതുപോലെ അനുസരിച്ചപ്പോൾ അവർ ജീവിതത്തിൽ ആ പ്രവൃത്തി കാണാനിടയായി. അവർ കടന്നു പോയപ്പോൾ ആ വെള്ളം ചുമന്നുകൊണ്ടുവന്നൊരു വ്യക്തി ആ വീട്ടിൽ കടന്നു പോകുന്ന ഭവനത്തിലേക്ക് അവർ പോയപ്പോൾ പെസഹ ഒരുക്കിയിരിക്കുന്നത് കണ്ടു. സന്തോഷത്തോടെ അവർ ഒരുക്കി തിരിച്ചു മടങ്ങി വന്ന് 12 പേരുമായി ഒരുമിച്ച് അവിടെ പോയിരിക്കാനിടയായി എന്ന് പറഞ്ഞാൽ കുറച്ചെല്ലാം വ്യക്തമാക്കി പറയുന്നത് ഉദാഹരണം മാത്രമേ അത് പറഞ്ഞുള്ളൂ. എന്താണോ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് അത് അവർ അനുസരിക്കുന്നവരായിരുന്നു. വചനം വ്യക്തമാക്കി നമ്മൾ പഠിക്കുമ്പോൾ, സുവിശേഷം വായിക്കുമ്പോൾ കർത്താവിനെ അനുസരിക്കുന്ന ശിഷ്യന്മാരായിരുന്നു. വളരെ വ്യക്തം. കർത്താവ് ശിഷ്യന്മാരെ 12 തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകം അവിടെ എല്ലാം പോയി രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് പറഞ്ഞ് അവരെ വിട്ടു. അവരതുപോലെ ചെയ്ത് മടങ്ങി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞതുപോലെ അനുസരിച്ച്, അതുകൊണ്ടാണ് തിരിച്ച് മടങ്ങി വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ കണ്ടു കർത്താവ്, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളൊക്കെ വിട്ടുപോകുന്ന കണ്ടു. കർത്താവ്, ഞാൻ കണ്ടതാ ഇതെല്ലാം ഞാൻ കണ്ടു. അപ്പം അതിൻ്റെ അർത്ഥം അവർ ചെയ്തു പൂർത്തീകരിച്ച് മടങ്ങി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാലും അവിടെ വ്യക്തമാക്കി മനസ്സിലാക്കണം, കർത്താവ് പറയുന്നത് അവരനുസരിച്ചു. കർത്താവിന് കൂടെ വന്നിരുന്ന അനേകർ കർത്താവിന് ഒരു അപ്പം ഭക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കർത്താവ് അപ്പം കൊടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൈ കൊടുത്തു. അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് കർത്താവ് ആ അപ്പം കൊടുത്തു, ആ ശിഷ്യന്മാർ ആ ജനത്തിന് കൊടുത്തു. ആ പറഞ്ഞതുപോലെ അവർ ചെയ്തപ്പോൾ, അനുസരിച്ചപ്പോൾ, അവർ വേല ചെയ്ത് മടങ്ങി വന്ന് അവരനുസരിച്ചപ്പോൾ സംഭവം എന്താ? അവർക്ക് വേണ്ടി കർത്താവ് 12 കൊട്ട നിറച്ചു കൊടുത്തു. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്ന, ഞാൻ പറയാൻ വേദവസ്തുവിൻ്റെ ഉദാഹരണം എടുത്ത് പറയാൻ കാരണം, കർത്താവ് എന്തുവാണോ ഈ ശിഷ്യന്മാരോട് പറഞ്ഞത് അവരനുസരിക്കുന്നവരായിരുന്നു. അങ്ങനെ അനുസരിക്കുന്നവരായതുകൊണ്ടാണ് കർത്താവ് ഈ ശിഷ്യന്മാരോട് പറഞ്ഞതും, ഞാൻ പരദീസിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിരിക്കുമ്പോൾ ആ കുഞ്ഞാട്ടിൻ്റെ വലത്തുഭാഗത്ത്, ഞാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ നിങ്ങൾ 12 പേരും അപ്പുറത്തുമായി ഇരുന്ന് നിങ്ങൾ 12 ഗോത്രത്തെ ന്യായം വിധിക്കും. ഇതൊരു വലിയൊരു വാക്തത്വമാണ്. ഈ വാക്തത്വങ്ങളൊക്കെ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. കർത്താവ് ആ ശിഷ്യന്മാരോട് പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, കർത്താവ് പറഞ്ഞത് ഈ 12 പേരും 3.5 വർഷം കർത്താവിൻ്റെ കൂടെ വന്ന് അനുസരിക്കുന്നതായിരുന്നു. കർത്താവ് പറഞ്ഞ് ഗ്രഹിച്ചോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പിന്നത്തേതിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടക്കുകയും കർത്താവ് പറയുന്നത് അനുസരിക്കുകയും അവർക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായി ആ യാത്രയിലെല്ലാം. പക്ഷേ പറയണതെല്ലാം അനുസരിക്കുന്നവരായിരുന്നു ആ 12 ശിഷ്യന്മാർ. ആ അനുസരണമുള്ളവരായിട്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ആ 29-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അതിന് യേശു, എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തം വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ, വായിക്കുമ്പോൾ വ്യക്തമാക്കുക, നിലങ്ങളെ വിട്ടാൽ എന്ന് വെച്ചാൽ ഭൂമിയിലാണ് നമുക്ക് ഈ നിലങ്ങളും ബന്ധങ്ങളും നമുക്കുള്ള സഹോദരങ്ങളും കൂട്ടുകാരും എല്ലാം ഉള്ളത്. എന്നാൽ ദൈവനാമത്തിന് വേണ്ടി ചില സമയത്ത് നമുക്ക് കർത്താവ് പറയുമ്പോൾ അനുസരിക്കേണ്ടവരായി വരുമ്പോൾ, കർത്താവിനെ പിൻചെല്ലുമ്പോൾ ചിലപ്പോൾ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാം. ദൈവത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ നമ്മൾ ചില സംഭവങ്ങൾ വിടേണ്ടി വരാം. ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവ് ഈ നിലത്തെ വിടാനോ സമ്പത്തിന് വിടുവാനോ ദൈവത്തിൻ്റെ തന്നെ ആശ്രയിക്കാൻ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിടേണ്ടി വരും. നമ്മൾ ഈ ഭൂമിയിലെ നന്മകളുടെ പുറകിൽ പോവുകയോ നമ്മുടെ ജോലി അനുഗ്രഹങ്ങൾ അതിൻ്റെ പുറകിലെല്ലാം പോകുമ്പോൾ ശ്രദ്ധിക്കണം, ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ, അങ്ങനെ വിളിച്ചു വേർതിരിച്ച ശിഷ്യന്മാരോടാണ് കർത്താവ് പറയുമ്പോൾ, ഈ ഭാഗം വായിക്കാൻ വ്യക്തമായിട്ട് എപ്പോഴും 12 ശിഷ്യന്മാരോട് മാത്രമാണ് ഇത് പറയുന്നത്. ആ 12 ശിഷ്യന്മാർ വയ്ക്കും, ഞങ്ങൾ സകലവും വിട്ട് നീ പറഞ്ഞതൊക്കെ അനുസരിച്ച് വന്നവരാ. അപ്പം ഞങ്ങൾ അങ്ങനെ വന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടും? നീ പറഞ്ഞല്ലോ എല്ലാം വിട്ട് വരുന്ന, അല്ലെങ്കിൽ ദരിദ്രർക്ക് കൊടുക്കാനും നീ പറയുന്ന അനുസരിച്ച് ജീവിക്കുകയാണെന്ന് പറയുമ്പോൾ എല്ലാം വിട്ട് കർത്താവ് എന്താ പറയുന്നത്? കർത്താവിന് വേണ്ടി കർത്താവ് പറയുന്നതനുസരിച്ച് എന്തെങ്കിലും നിങ്ങൾ വിടുകയാണെങ്കിൽ, ഈ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വേല വിട്ട് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ പുറകെ വരികയാണെങ്കിൽ, ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ 12 പേരെ എൻ്റെ പുറകിൽ, നമുക്കറിയാം മത്തായി അല്ലെങ്കിൽ ചുങ്കക്കാരനായ മത്തായി, ലേവിയുടെ മകൻ, ഇവരെല്ലാം അതിൽ കുറച്ചുപേർ ചുങ്കക്കാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരോട്. അവർ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ അവർ വിട്ട് കർത്താവിൻ്റെ വേലയിലേക്ക് വന്നപ്പോൾ പിന്നെ അവർ ആ വേല ചെയ്തിട്ടില്ല. അവരും തന്നെ പണമുള്ളവരും സമ്പന്നരുമാണ്. എന്നാൽ കർത്താവിൻ്റെ കൂടെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് എന്ന് വെച്ചാൽ ആ ഒരു നല്ലൊരു തൊഴിൽ അല്ലെങ്കിൽ സമ്പത്ത് കിട്ടുന്ന ഒരു ജോലിയുള്ള നല്ലൊരു വ്യക്തികളാണ് കർത്താവ് വേർതിരിച്ചത്. കടലിലെ 30 പേരും ഉണ്ടായിരുന്നു, സമ്പത്തുള്ളവരെ ദൈവം വിളിച്ചിട്ടുണ്ടായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്തുകൊണ്ടിരുന്ന നല്ല വേല വിട്ട് അല്ലെങ്കിൽ നല്ല വരുമാനമുള്ളൊരു സംഭവം വിട്ടിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിച്ചപ്പോൾ അവരത് വിട്ട് അനുസരിച്ച് കർത്താവിൻ്റെ കൂടെ വന്നപ്പോൾ, അതുകൊണ്ടാണ് കർത്താവോട് പറയുന്നത്, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞ അനുസരിച്ച് എൻ്റെ പുറകെ വരുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ, ചിലപ്പോൾ ശത്രുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ, കൂട്ടുകാർ, അല്ലെങ്കിൽ നമുക്ക് പല സംഭവങ്ങളുണ്ടാവാം. നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്ന വ്യക്തികളുണ്ടാവാം, നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്നവരുണ്ടാവാം. അതിനെ ചിലപ്പോൾ വിടേണ്ടി വരും. സമ്പത്തായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ കർത്താവ് പറയുമ്പോൾ അത് വിട്ടിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടി വരും. അങ്ങനെ വിടുന്നവർക്ക് ഈ ഭൂമിയിൽ തന്നെ 100 മടങ്ങായും
ഈ ഭൂമിയിലെ 100 മടങ്ങിനെക്കാട്ടും കർത്താവ് പ്രാധാന്യമായി അവസാനമായ ഒരു കാര്യം പറയാം, അത് നിത്യജീവനും. എന്തെന്നാ എഴുതിയിരിക്കുന്നത്? 30-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തിൽ നിലങ്ങളെയും വരുമാനമുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ലാന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇതൊരു വലിയൊരു വാക്തത്വമാണ്. ഇതൊക്കെയാണ് വാക്തത്വം എന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ. കർത്താവിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ, കർത്താവിൽ തന്നെയാണ് ആശ്രയിച്ച് രക്ഷ പ്രാപിക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ ചേരുവാൻ വേണ്ടി സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്നാനപ്പെട്ടത് തന്നെ നമ്മൾ എന്തിനാണ്? കർത്താവിനോട് ചേരുവാൻ. കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവിന് വേണ്ടി ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവിനോട് ജീവിക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനോടൊരു ഡെഡിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകുമ്പോൾ, തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ കർത്താവ് വിടാൻ പറയുന്ന സംഭവങ്ങൾ വിട്ട് നമ്മുടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് വിടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മളോട് പറയുമ്പോൾ നമുക്കത് വിടാനുള്ള മനസ്സില്ല. ഈ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി വന്ന ധനവാന്റെ ജീവിതത്തിൽ ധനം ഉണ്ടായേണ്ട അവൻ ദൈവസന്നിധിയിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കണം. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവൻ ആഗ്രഹിച്ചതും സ്നേഹിച്ചതും ധനമായതുകൊണ്ട് മാത്രമാണ് അവനോട് പറഞ്ഞത്, ഈ ധനത്തെ അല്ലെങ്കിൽ ഈ സമ്പത്തിനെ നീ വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കാൻ പറ്റും. അവന് ഏറ്റവും താല്പര്യമുള്ള വിഷയം, അല്ലെങ്കിൽ അവന് ഏറ്റവും ഉണ്ടായിരുന്ന സംഭവം, അവന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു സമ്പത്ത്. അതുകൊണ്ട് അവനത് വിട്ട് കളയാനുള്ള മനസ്സവന് വന്നില്ല. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവ് ഒരു ആലോചന, അത് സമ്പത്തുള്ളവനായ ധനവാനായുള്ള കർത്താവ് അങ്ങനെ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ വേറെ നമുക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റാൻ അല്ലെങ്കിൽ വിടാൻ കർത്താവ് പലപ്പോഴായി നമ്മളോട് പറയുന്നത് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് നമ്മൾ വിടണം. അത് വിട്ടാൽ മാത്രമേ, അതുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വിട്ടാൽ മാത്രമേ ഈ ഭൂമിയിലെ അനുഗ്രഹത്തിനും 100 മടങ്ങ് അനുഗ്രഹം തരുവാനും നിത്യജീവനായി തരുവാനും കർത്താവ് സത്യമായ വാഗ്ദാനമായി തരുവാനും. അത് വ്യക്തമാക്കി ആ ഭാഗം വായിക്കുമ്പോൾ എന്നെ ഓർപ്പിച്ചു, നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനായി പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത്ര വലിയൊരു വാഗ്ദത്തമാണ്. കർത്താവിന് വേണ്ടി നമ്മൾ ചിലത് വിടാൻ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൽ തന്നെ ആശ്രയിച്ച് ഈ ഭൂമിയിൽ വേറെ ഒന്നിനും ആശ്രയിക്കാതെ ദൈവത്തിൽ കർത്താവിൽ തന്നെ പൂർണ്ണമായി ആശ്രയിക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യന് കഴിയാത്ത ദൈവത്തിന് കഴിയും. രക്ഷ പ്രാപിക്കാൻ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. ഈ രക്ഷ എങ്ങനെ പ്രാപിക്കുമെന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞപ്പോൾ, രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറയുക, സമ്പത്തിൽ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മളുടെ വേറെ ഒരു കാര്യത്തിനും ആശ്രയിക്കാതെ കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ നിലങ്ങളെയോ ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം തരുകയും കർത്താവ് അതിന് ഉപരിയായി നിത്യജീവൻ പ്രാപിക്കത്തക്ക ആരുമില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അറിയിച്ചില്ല. അപ്പോൾ ദൈവം ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ നിത്യജീവൻ പ്രാപിക്കുകയുള്ളൂ. അല്ലാതെ നിത്യതയിൽ എത്തിയിട്ട് നിത്യജീവൻ പ്രാപിക്കുന്നതൊക്കെയല്ല. ഇവിടെ ഭൂമിയിൽ എങ്ങനെ നമ്മൾ ജീവിക്കുന്നു, കർത്താവ് പറയുന്നത് അനുസരിക്കുന്നതോ കർത്താവ് പറയുന്നത് വിടേണ്ടതോ, കർത്താവിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നമ്മൾ വിട്ടാൽ മാത്രമേ, കർത്താവിൽ ആശ്രയിച്ച് നിന്നാൽ മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. രക്ഷ പ്രാപിക്കണമെങ്കിൽ വിടേണ്ടത് വിട്ടാൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ചില സമയത്ത് നമുക്ക് വിടാൻ മനസ്സുണ്ടാവില്ല. ഈ ഭൂമിയിൽ നമുക്കുള്ള സന്തോഷം വേറെ പല കാര്യങ്ങളിലുണ്ടാവാം. നമുക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. സന്തോഷം നമുക്ക് തരുന്നതായിരിക്കാം. പക്ഷേ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ വിട്ടാൽ മാത്രമേ, കർത്താവ് പറയുന്നത് ഇത് വിടണമെന്ന് പറയുമ്പോൾ നമുക്ക് വിടാനുള്ള മനസ്സില്ലെങ്കിൽ നമുക്ക് നിത്യജീവൻ, നമ്മൾ എന്തിനാണോ സ്നാനപ്പെട്ടും കർത്താവിന് കൂടെ നമ്മൾ വെറുതെയാവും. ഈ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ കർത്താവിൽ തന്നെ ആശ്രയിച്ച് വിടേണ്ടത് വിട്ട് കർത്താവ് ഈ ഭൂമിയിൽ തരാനുള്ള നന്മകൾ പ്രാപിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതിന് ഉപരിയായി നിത്യജീവൻ പ്രാപിക്കാത്ത ആരുമില്ല എന്ന് കർത്താവ് പറയുന്ന വാക്തത്വത്തിന്റെ മേൽ ആ നിത്യജീവൻ പ്രാപിക്കാൻ വിടേണ്ടത് വിട്ട് കർത്താവിൽ തന്നെ ആശ്രയിച്ച് രക്ഷ പ്രാപിക്കാൻ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.
സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവൽ ചൊല്ലിടുവാനാ സ്നേഹമോർക്കുമ്പോൾ മറ്റുപകരോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വജ്ഞാനമോർക്കുമ്പോൾ എങ്ങനെ വർദ്ധാതിരുന്നിടും. യേശുവേ സ്നേഹമോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നെന്റെ പ്രിയനേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവൽ ചൊല്ലിടുവാനാ സ്നേഹമോർക്കുമ്പോൾ മറ്റുപകരോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വജ്ഞാനമോർക്കുമ്പോൾ എങ്ങനെ വർദ്ധാതിരുന്നിടും. യേശുവേ മോചനം വീണ്ടും ചേരണം നീജപാവിയത്തിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ
എന്നെ ചൊരിഞ്ഞു നിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടകൂടിയതും നന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും നിൻ മഹാകൃപയ്ക്കായി അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും സ്വർഗത്തിന് ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനം ഇരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹവും ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപയും നമ്മുടെ കൂടെ എല്ലാ പ്രവൃത്തികൾക്കും എല്ലാ നന്മകൾക്കും കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനുമേലും നമ്മുടെ 9 പേരുടെ മേലും ഇന്നും എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ.